വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹദസാതുഹാ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയ്യീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. വേദിയിലുള്ള ആദരണീയരെ, ഏറ്റവും സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സങ്കടത്തിലും ലാഭത്തിലും നഷ്ടത്തിലും ആരോഗ്യത്തിലും രോഗത്തിലും എളുപ്പത്തിലും പ്രയാസത്തിലും ഏതൊക്കെ അവസ്ഥകളിലൂടെ ജീവിതം കടന്നു പോകുന്നുണ്ടോ ആ അവസരങ്ങളിലൊക്കെ അള്ളാഹുവിൻ്റെ നിയമങ്ങളെ ജീവിതത്തോട് ചേർത്തു പിടിച്ചു ജീവിക്കണമെന്ന് സ്നേഹപൂർവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖികളാവാൻ സർവശക്തൻ നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ, ഈ പറയുന്നതും കേൾക്കുന്നതും ഇതിനു വേണ്ടിയുള്ള മുഴുവൻ അധ്വാനങ്ങളും പരലോകത്ത് ഉപകരിക്കുന്ന സൽക്കർമ്മമായി പടച്ച റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന ബർക്കത്തുള്ള ഒരു മജ്ലിസായി നമ്മുടെ ഈ സദസ്സിനെ റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ. മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് ഇന്ന് ഇത്തിരി നേരം ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാനുള്ളത്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സത്യവിശ്വാസിക്ക് ആരായിരിക്കണം എന്ന ചോദ്യം ഏറെ പ്രസക്തമാണ്. എല്ലാ മതങ്ങളിലും ആ മതങ്ങൾ പേരു പറയുന്ന ചില പുണ്യപുരുഷന്മാരുണ്ടാവാം, ചില മാതൃകകൾ ഉണ്ടാവാം, ചില നായകന്മാരുണ്ടാവാം. അവരിൽ നിന്നൊക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യത്യസ്തനാകുന്നത് ആ പ്രവാചകനോടുള്ള നമ്മുടെ ബന്ധത്തെ വ്യത്യസ്തമാക്കുന്നുണ്ട്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ലാ യുഅ്മിനു അഹദുക്കും, നമ്മളെല്ലാവരും മുഅ്മിനീങ്ങളാണ്, മുസ്ലിങ്ങളാണ്, സത്യവിശ്വാസികളാണ് എന്നൊക്കെ അഭിമാനത്തോടു കൂടി പറയുന്നവരും
അങ്ങനെ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരുമാണ്. എന്നാൽ ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ, സത്യവിശ്വാസിയായ മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ഒരു അടയാളം എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും സമ്പൂർണ്ണ മുഅ്മിൻ അഥവാ സത്യവിശ്വാസി ആവുകയില്ല, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. മനസ്സിൽ ചേർത്ത് വെക്കേണ്ട പ്രവാചകന്റെ വചനാണ്. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും തന്നെ പൂർണ്ണ വിശ്വാസിയാവുകയില്ല, ഹത്താ, ഏതുവരെ, അകൂന, ഞാൻ നിങ്ങൾക്ക് ആയിത്തീരുന്നത് വരെ. എന്തായിത്തീരണം? അഹബ്ബ ഇലൈഹി, അവന് ഏറ്റവും ഏറ്റവും പ്രിയപ്പെട്ടവനാവണം, മിൻ വാലിദിഹി, അവന്റെ പിതാവിനേക്കാൾ, വവലദിഹി, അവന്റെ മക്കളെക്കാൾ, വന്നാസി അജ്മഈൻ, ഈ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെക്കാളും ഞാൻ അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാൾക്ക് പ്രിയപ്പെട്ടവനാകുമ്പോഴേ അയാൾ ഒരു പരിപൂർണ മുഅ്മിനാവുകയുള്ളൂ. ഒരു വെള്ളപ്പേപ്പറും ഒരു പേനയും കയ്യിൽ തന്നിട്ട് നമ്മളോട് പറയാണ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യൻ്റെ പേരെഴുതാൻ പറഞ്ഞാൽ 1 2 3 4 5 6 ഇങ്ങനെ നമ്പർ ഇട്ടിട്ട് നമ്മൾ പേരെഴുതാനിരുന്നാൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദര, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, എത്രാമത്തെ നമ്പറിൽ നമുക്ക് ഹബീബായ റസൂലിൻ്റെ പേരെഴുതാൻ പറ്റും? ആരും ബോധ്യപ്പെടുത്തണ്ട, സ്വന്തം മനസ്സിനോട് ചോദിക്കും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഇഷ്ടപ്രകാരം ഒരു നമ്പർ എഴുതി ആ നമ്പറിൻ്റെ താഴെ ഈ ഭൂമിയിൽ നമുക്കേറെ ഇഷ്ടപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ടവരുടെ പേരെഴുതി വരുമ്പോൾ എത്രാമത്തെ പേരിൽ നമുക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരെഴുതാൻ പറ്റും? അതിനനുസരിച്ചിരിക്കും നമ്മുടെ ഈമാനും ഇസ്ലാമും ഒക്കെ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാവണം. ബാപ്പയേക്കാൾ, ഉമ്മയേക്കാൾ, ഭാര്യയേക്കാൾ, ഭർത്താവിനേക്കാൾ, മക്കളെക്കാൾ, ആരെക്കാൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു വാക്കിന് എതിരായി ബാപ്പ പറഞ്ഞാലും ഉമ്മ പറഞ്ഞാലും ഭാര്യ പറഞ്ഞാലും ഭർത്താവ് പറഞ്ഞാലും മക്കൾ പറഞ്ഞാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നമുക്ക് ഒന്നാമത്തെ വാക്കാവണം. അതാണ് ഒരു സത്യവിശ്വാസിയുടെ അടിസ്ഥാനപരമായ അടയാളം. ആ അടയാളത്തിലേക്ക് നമുക്കിനി എത്ര ദൂരം സഞ്ചരിക്കാനുണ്ട്? ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഒരാളെ നാം സ്നേഹിക്കണമെന്ന് വേറെ ഒരാൾ പറഞ്ഞു എന്ന് കരുതി നമുക്ക് അയാളെ സ്നേഹിക്കാൻ കഴിയോ? സ്നേഹമെന്നത് നമ്മൾ വില കൊടുത്ത് വാങ്ങുന്ന ഒരു സംഗതിയല്ല. സ്നേഹമെന്നത് നമ്മൾ വിചാരിച്ചാൽ ഉണ്ടാവുന്ന ഒരു സംഗതിയല്ല. ചില വിവാഹങ്ങളിലൊക്കെ വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ ഈ വധൂവരന്മാർ തമ്മിൽ പിണക്കമുണ്ടാകും. പെൺകുട്ടി പറയും ഞാൻ ഇനി അങ്ങോട്ട് പോകില്ല, അല്ലെങ്കിൽ ആൺകുട്ടി പറയും എനിക്ക് അവളെ വേണ്ട. അങ്ങനെ പ്രശ്നമൊക്കെ മദ്യം പറഞ്ഞ് തീർക്കാൻ ശ്രമിക്കുമ്പോൾ എന്താണ് പ്രശ്നം? പ്രശ്നമൊന്നുമില്ല, എനിക്ക് അവനെ വേണ്ട, അല്ലെങ്കിൽ എനിക്ക് അവളെ വേണ്ട. അങ്ങനെ അവരെ പലപ്പോഴും കൗൺസിലിങ്ങിന് വേണ്ടി കൊണ്ടുവരും. അപ്പം അങ്ങനെ ചോദിച്ച് ചെല്ലുമ്പോൾ രണ്ടാലൊരു ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഒരു മറുപടി എന്തേക്കാരെന്നറിയോ? എനിക്കവനെ സ്നേഹിക്കാൻ പറ്റണില്ല. അപ്പൊ ഉമ്മ പറയും എന്താ അവന് കുഴപ്പം? അവന് ജോലിയില്ലേ, അവന് സൗന്ദര്യമല്ലേ, അവൻ ഉഷാറല്ലേ, അവൻ അങ്ങനെയല്ലേ, അവൻ ഇങ്ങനെയല്ലേ, എന്താ എനിക്ക് സ്നേഹിച്ചൂടെ? അപ്പൊ ആ പെൺകുട്ടി പറയും എന്താ അറിയോ? എനിക്ക് സ്നേഹിക്കാൻ പറ്റണില്ലാന്ന്. ഞാൻ ശ്രമിച്ചു നോക്കി, നിങ്ങളൊക്കെ പറഞ്ഞത് ശരിയാന്ന് എനിക്കറിയാം, ജോലിയുണ്ട്, വരുമാനമുണ്ട്, സൗന്ദര്യമുണ്ട്, ഒക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് സ്നേഹിക്കാൻ പറ്റണില്ല. തിരിച്ചാണുങ്ങളും പറയാറുണ്ട്, സൗന്ദര്യമുള്ള പെൺകുട്ടിയാണ്, പഠിച്ച കുട്ടിയാണ്, ജോലിയുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ എനിക്ക് അവളെ സ്നേഹിക്കാൻ പറ്റണില്ല. ചില കുട്ടികൾ ഇപ്പം നമ്മുടെയൊക്കെ സ്ഥാപനത്തിൽ ചിലപ്പോൾ സ്കൂളൊക്കെ അടക്കുമ്പോൾ ചില കുട്ടികൾ വീട്ടിൽ പോകില്ല. അപ്പോൾ ബാപ്പ അമ്മയൊക്കെ ഇല്ലാത്ത മക്കളെ കാരണം. അപ്പോൾ ചില മക്കളോട് എന്താ നിങ്ങൾ വീട്ടിൽ പോവാത്ത, അവിടെ വാപ്പല്ലേ അല്ലെങ്കിൽ ഉമ്മല്ലേ, അവിടെ നിൻ്റെ ബ്രദറില്ലേ, ആങ്ങളല്ലേ, അല്ലെങ്കിൽ പൊയ്ക്കൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താ പറയാറോ? എനിക്ക് അവിടേക്ക് പോകാൻ തോന്നണില്ല. അതെന്താ? എൻ്റെ ബാക്കിയല്ലേ, ബാക്കിക്കാണ്, പക്ഷെ എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് അവരെ സ്നേഹിക്കാൻ പറ്റണില്ല. സ്നേഹിക്കുക എന്നത്
നമ്മൾ നിർബന്ധിച്ചുണ്ടാക്കാൻ കഴിയുന്ന ഒരു സംഗതിയല്ല. നീ ഇന്നയാളെ സ്നേഹിക്കണമെന്ന് ഒരാളെ ബലം പ്രയോഗിച്ച് സമ്മർദ്ദം ചെലുത്തി സ്നേഹിപ്പിക്കാൻ കഴിയില്ല. സ്നേഹം എന്നത് ഹൃദയത്തിൻ്റെ ഒരു വികാരമാണ്. അത് ഉണ്ടായാലുണ്ടല്ലോ അത് പിന്നെ വേർപ്പെടുത്താനും ആരെക്കൊണ്ടും കഴിയില്ല. ലോകം മുഴുവൻ ശ്രമിച്ചാലും ഒരു സ്നേഹത്തെ വേർപ്പെടുത്താൻ കഴിയില്ല. ഞാൻ നിങ്ങൾക്ക് 2 ഉദാഹരണം പറയാം. വിവാഹവുമായി ബന്ധപ്പെട്ട് പുതിയ കാലത്ത് ഏറ്റവുമേറെ മനുഷ്യർക്കിടയിൽ വിവാദങ്ങൾ അവസരങ്ങൾ ഉണ്ടാകുന്ന ഒരു രംഗമാണ് നമ്മുടെ വിവാഹങ്ങൾ. അതിൽ 2 പെട്ടെന്ന് മനസ്സിലാവാനാട്ടോ, നമുക്ക് തിരിയാത്ത ഉദാഹരണം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒന്ന്, കല്യാണത്തിൻ്റെ 3-ാം ദിവസം വീട്ടിൽ വന്ന പെൺകുട്ടി പറഞ്ഞു, ഞാൻ ഇനി അവൻ്റെ വീട്ടിലേക്ക് പോവില്ല, എനിക്ക് അവനെ വേണ്ട. അപ്പോൾ ഉമ്മയൊക്കെ കുറെ ഉപദേശിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു, എനിക്ക് അവനെ വേണ്ട, ഞാൻ അവൻ്റെ കൂടെ പോവില്ല, അവൻ്റെ ഒരു എന്താ പറയുക, അവൻ്റെ ഒരു വൈബ് എനിക്ക് ഇഷ്ടമല്ല എന്നാ പറഞ്ഞേ. ഈ വൈബ് എന്താണ്? ഉമ്മയും ബാപ്പയും കുറെ ആലോചിച്ച് എന്താണ് ഈ സാധനം എന്നല്ലേ, ഇതുവരെ അവർക്ക് പിടുത്തം കിട്ടിയില്ല. എനിക്കും അത് അത്ര മുഴുവൻ പിടുത്തം കിട്ടിയില്ല. എന്തായാലും ഓക്ക് ഇഷ്ടമല്ല, അവർ പോയില്ല. പല കാരണങ്ങളുണ്ടാവാം. ഒന്ന്. രണ്ടാമത്തേത്, ഒരു നിക്കാഹ് കഴിഞ്ഞു, ആൺകുട്ടിൻ്റെയും പെൺകുട്ടിൻ്റെയും നിക്കാഹ് കഴിഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞു, അവർ ഒരുമിച്ചു ജീവിച്ചിട്ടില്ല. എങ്ങോട്ടോ ചില പകൽ യാത്രകൾ ഒഴിച്ചാൽ അവർ ഒരുമിച്ചു ജീവിച്ചിട്ടില്ല. പെട്ടെന്ന് ആ ചെറുപ്പക്കാരന് തൻ്റെ തൊഴിൽ സ്ഥലത്തേക്ക്, അയാൾ മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്, അയാൾക്ക് തൻ്റെ ജോലി സ്ഥലത്തേക്ക് പോകേണ്ടി വന്നു. മാസങ്ങൾക്ക് ശേഷം ശക്തമായ പനി പിടിച്ചാണ് അയാൾ തിരിച്ചു വന്നത്. രോഗത്തിൻ്റെ പരിശോധനയുടെ അവസാനം അയാൾക്ക്, ആ ചെറുപ്പക്കാരൻ, എയ്ഡ്സ് രോഗബാധിതനാണെന്ന് തിരിച്ചറിഞ്ഞു. ജീവിതത്തിൽ എവിടെയോ വെച്ച് അയാൾ പോലും അറിയാതെ ഏതോ രൂപത്തിൽ അയാളിലേക്ക് കയറി വന്ന മഹാമാരി. രോഗം ചികിത്സിച്ച് ഭേദപ്പെടുത്താനാവുകയില്ല എന്നും ഓരോ ദിവസവും ഇയാൾ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമെന്നൊക്കെ പലരും ഈ പെൺകുട്ടിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. അതുകൊണ്ട് ആ വിവാഹത്തിൽ നിന്ന് പിന്മാറണമെന്നും, നിക്കാഹല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, ഒരുമിച്ചു ജീവിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് വിവാഹമോചനം വക്കീൽ മുഖേന പേപ്പർ വർക്കുകളിലൂടെ അവസാനിപ്പിക്കാമെന്നും കുടുംബാംഗങ്ങളും പ്രിയപ്പെട്ടവരും സുഹൃത്തുക്കളും ആ പെൺകുട്ടിയെ ഉപദേശിച്ചു. ആ പെൺകുട്ടി തയ്യാറായില്ല. അവൾ പറഞ്ഞത്, ഞാൻ ഇഷ്ടപ്പെട്ടാണ് കല്യാണം കഴിച്ചത്, മരണം ഏത് സമയത്തും എപ്പോഴും തേടി വന്നേക്കാം, ഒരു രോഗമില്ലാത്ത ആളുകൾ കല്യാണ ദിവസം കുഴഞ്ഞു വീട് മരിക്കുന്നില്ലേ, ഞാൻ ആ ചെറുപ്പക്കാരനെ സ്നേഹിച്ചതും അയാളുമായി വിവാഹത്തിലായതും വിവാഹശേഷം ഞാൻ അയാളെ കൂടുതൽ സ്നേഹിച്ചതും ഈ ലോകത്ത് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി മാത്രമല്ല, നാളെ പരലോകത്തും എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കണം. അതുകൊണ്ട് ഈ ലോകം എനിക്കൊരു പ്രശ്നമല്ല, ഈ രോഗവും എനിക്ക് പ്രശ്നമല്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയായി ശിഷ്ടകാലം കൂടെ ഉണ്ടാവും. അതും ഒരു പെൺകുട്ടിയാണ്. ഒന്നാമത്തെ പെൺകുട്ടിക്ക് 3-ാം ദിവസം തിരിച്ചു പോരേണ്ടി വന്നത് എന്തേ കാരണം എന്നറിയോ? സ്നേഹത്തിൻ്റെ അഭാവമാണ്. രണ്ടാമത്തെ പെൺകുട്ടിയോട് ലോകം മുഴുവനും പിരിയണമെന്ന് പറഞ്ഞപ്പോഴും പിരിയാൻ ഒരുക്കമല്ലെന്ന് പറഞ്ഞത് എന്തുകൊണ്ടറിയോ? അത് സ്നേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. സ്നേഹമാണ് പ്രധാനം. ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇത്തിഹാദ്, അദ്ദേഹം ഒരു കഥ പറഞ്ഞില്ലേ, ഉഹുദ് യുദ്ധത്തിൽ, ത്വൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ കഥ. ഉഹുദ് യുദ്ധത്തിൻ്റെ ഒരു വേളയിൽ ശത്രുക്കൾ വിജയം അവകാശപ്പെട്ടു എന്ന് മാത്രമല്ല, മുസ്ലിങ്ങളുടെ ഭാഗത്ത് മുസ്ലിം സൈന്യത്തിന്റെ നായകത്വം വഹിച്ച് ആ പതാക ഉയർത്തിപ്പിടിച്ചത് മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹം കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിന്റെ തല വെട്ടി താഴെയിട്ടു. അദ്ദേഹത്തിന്റെ കയ്യിലെ പതാക താഴെ വീണപ്പോ അദ്ദേഹത്തെ കൊന്ന ശത്രുഭടൻ അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇന്നി ഖതൽതു മുഹമ്മദ, ഞാൻ മുഹമ്മദിനെ കൊന്നിരിക്കുന്നു. അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. കൊന്നത് മിസ്അബിനെയാണ്, പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഞാൻ മുഹമ്മദ് നബിയെ കൊന്നിരിക്കുന്നു. ഈ വാർത്ത മുസ്ലിങ്ങൾക്കിടയിൽ ഭയങ്കരമായ അങ്കലാപ്പുണ്ടാക്കി. മുഹമ്മദ് നബിയെ കൊല്ല് സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം മരിക്കേ, പിന്നെ നമ്മൾ ആർക്കു വേണ്ടി യുദ്ധം ചെയ്യണം? നമ്മൾ എന്തിനു വേണ്ടി യുദ്ധം ചെയ്യണം? ആരാണ് നമ്മളെ നയിക്കുക? പല ഭാഗത്തേക്ക് പിന്തിരിഞ്ഞോടി. ഒരു വേള ആ യുദ്ധക്കളത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും 12 ആളുകളും ബാക്കിയായി. ശത്രുഭാഗത്ത് 3000 ആൾക്കാരാണ്. 3000 ശത്രുക്കൾക്ക് മുമ്പിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും 12 സ്വഹാബിമാരും ബാക്കിയായി. ഈ 3000 ആളുകളുടെയും അസ്ത്രങ്ങൾ ഈ 12 ആളുകൾക്ക് നേരെ, അതിൽ പ്രവാചകനു നേരെ അവരെല്ലാവരും അമ്പ് ഉന്നം പിടിച്ചു. ആ പ്രവാചകന്റെ ദേഹത്ത് വന്നു തറക്കുന്ന അസ്ത്രങ്ങൾ തടയാൻ മറ്റൊരു മാർഗമില്ലാതെ വന്നപ്പോഴാണ് ത്വൽഹ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മുന്നിലേക്ക് മാറി നിന്നത്. പിന്നെ പ്രവാചകന്റെ നേരെ വന്ന അമ്പുകളൊക്കെ അദ്ദേഹത്തിന്റെ നെഞ്ചിലാണ് തുളച്ചു കയറിയത്.
മോനെ ഒന്ന് വിളിച്ചു, പിന്നെ കൊടുക്കട്ടോ, ഞാൻ അത് കഴിഞ്ഞിട്ട് സമയം തരട്ടാ. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചിലേക്ക് തുളച്ചു കയറുന്ന അസ്ത്രങ്ങളെ അദ്ദേഹം സ്വന്തം ശരീരങ്ങൾ കൊണ്ട് ഏറ്റുവാങ്ങാൻ പ്രവാചകൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞാൻ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ്, അബ്ദുൽ മുത്തലിബിന്റെ മകൻ മുഹമ്മദ്, ഞാൻ മരിച്ചിട്ടില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. പ്രവാചകൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഓടിപ്പോയ മുസ്ലിങ്ങളൊക്കെ തിരിച്ചു വന്നു. പ്രവാചകൻ മരിച്ചിട്ടില്ല, പ്രവാചകൻ അവിടെ ഉണ്ട്. അവരെല്ലാവരും യുദ്ധക്കളത്തിലേക്ക് തിരിച്ചു വന്നു. യുദ്ധം അതിൻ്റെ ഗതി മാറി. മുസ്ലിങ്ങൾ വിജയത്തിന്റെ തീരത്തേക്ക് അണയുന്ന അവസ്ഥയുണ്ടായി. പക്ഷെ മുസ്ലിങ്ങൾക്ക് കനത്ത നഷ്ടമുണ്ടായി. ഒരുപാട് അതിപ്രഗത്ഭരായ സ്വഹാബത്ത് ഷഹീദായി. ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം അത് താങ്ങിപ്പിടിച്ച് യുദ്ധക്കളത്തിന്റെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിന്റെ നെഞ്ചിലും വയറിലുമായി 80ഓളം അസ്ത്രങ്ങൾ തറച്ചിരുന്നു. ഇവിടെ നിങ്ങട്ട് ഇതുവരെ 80 അസ്ത്രങ്ങൾ തറക്കണമെങ്കിൽ അത് ആ സ്ഥലം നിങ്ങൾ ആലോചിച്ച് നോക്കണേ അല്ലേ. അങ്ങനെ ആ അസ്ത്രങ്ങളുമായിട്ട് അദ്ദേഹത്തെ താങ്ങിക്കൊണ്ടോണേ. പോകുന്ന പോക്കിലാ ചോദിച്ചത്, നിങ്ങൾക്ക് ഇത്തിരി ഒന്ന് മാറിയിരുന്നെങ്കിൽ നിങ്ങളുടെ ദേഹത്ത് അസ്ത്രങ്ങൾ തറക്കില്ലായിരുന്നല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്കറിയാമായിരുന്നു ശത്രുക്കൾക്ക് ഞാൻ ലക്ഷ്യമായിരുന്നില്ല, അവർ എന്നെയല്ല ലക്ഷ്യമാക്കിയത്, അവർ ലക്ഷ്യമാക്കിയത് പ്രവാചകനെയാണെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പ്രവാചകന്റെ മുന്നിൽ നിന്ന് ഒരിത്തിരി മാറി നിന്നിരുന്നെങ്കിൽ ഒരൊറ്റ അസ്ത്രം പോലും എൻ്റെ ദേഹത്ത് തറക്കില്ലായിരുന്നു. ഓരോ അസ്ത്രം തറച്ചപ്പോഴും എനിക്ക് വേദനയുണ്ടായിരുന്നു. പക്ഷേ രണ്ടാമത്തെ അസ്ത്രത്തിന് വേണ്ടി ഞാൻ അവിടെ തന്നെ നിന്നത്. ഞാൻ മാറിയിരുന്നെങ്കിൽ ആ അസ്ത്രങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിന്റെ ദേഹത്ത് തറക്കുമല്ലോ എന്നോർത്തിട്ടാ ഞാൻ അവിടെ തന്നെ നിന്നത് അല്ലേ. ഉമ്മാക്ക് തീ പിടിച്ച്. എങ്ങനെ തീ പിടിച്ചറിയോ? അടുപ്പത്ത് വെച്ച് തിളക്കാൻ വെച്ച വെള്ളപ്പാത്രം താഴത്തേക്ക് മറിഞ്ഞ് ആ വീട്ടിൽ മുട്ടുകുത്തി വരുന്ന ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി മുട്ടുകുത്തി ഉമ്മാന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോഴേ പാത്രം മറിഞ്ഞ് ആ ചൂടുള്ള വെള്ളത്തിലേക്കാണ് ഈ കുട്ടി മുട്ടുകുത്തി വരുന്നത്. അതുകൊണ്ട് തന്നെ ഉമ്മ അടുപ്പിന്റെയും വെള്ളത്തിന്റെയും ഇടയിൽ തന്നെ നിന്നു. സ്റ്റൗവിൽ നിന്ന് ഉമ്മയുടെ ദേഹത്തേക്ക് തീ പടർന്നു. ആൾക്കാർ ചോദിച്ചു, ഇത്തിരി മാറിക്കൂടായിരുന്നോ? ആ അടുപ്പിന്റെ ചോട്ടിൽ തന്നെ നിൽക്കേണ്ടിയിരുന്നോ? ഉമ്മ പറഞ്ഞു, എനിക്കറിയായിട്ടല്ല, ഞാൻ മാറിയാലേ ആ തിളച്ച വെള്ളത്തിലേക്ക് ഈ കുട്ടി കൈമുട്ടി വരും അല്ലേ. സ്നേഹമാണത്. എന്തുകൊണ്ടാണ് ആ സ്വഹാബി തൻ്റെ ഹബീബിന്റെ നേരെ വന്ന അസ്ത്രങ്ങളെ സ്വന്തം നെഞ്ചുകൊണ്ട് അദ്ദേഹം സ്വീകരിച്ചത് എന്ന ചോദ്യത്തിന്റെ മറുപടി അതൊരു മായാവി കഥയല്ല. അതൊക്കെ വെറുതെ പറയക്കാരെ, അതൊന്നും ഉണ്ടാവൂലേ, വെറുതെ പറയല്ല, അത് സ്നേഹത്തിന്റെ അടയാളമാണ്. നമ്മളും അങ്ങനെയാണ്. ഇപ്പൊ നമ്മളെ വീട്ടില് നമ്മൾ ഓമനിച്ചു വളർത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുട്ടിക്ക് അവന്റെ കരളിന് ഒരു വലിയ രോഗമുണ്ടായിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞു അവന്റെ കരൾ മാറ്റി വെക്കണം. ബാപ്പിമ്മയും 15 വയസ്സുള്ള മോനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്നക്ക. അപ്പോഴാ ഡോക്ടർ പറഞ്ഞ് കരൾ മാറ്റി വെക്കണം. എന്താ അമ്മ ചോദിക്കുക? അമ്മ ആദ്യം ചോദിക്കുക, ഡോക്ടർ എൻ്റെ പറ്റുമോ? അപ്പൊ ഡോക്ടർ പറയും, പ്രായക്കായില്ലേ, അപകടമാണ്. ബാപ്പ പറയും എൻ്റെ പറ്റൂലേ. രണ്ടാളും മത്സരിക്കുക, ഞാൻ കൊടുക്ക. ഡോക്ടർ പറഞ്ഞു അപകടമാണ്. ആയിക്കോട്ടെ ഡോക്ടറെ, അപകടമായാലും എൻ്റെ കുട്ടി ജീവിച്ചൂലേ. എന്തേ അത്? സ്നേഹമാണ്. സ്നേഹം ജീവൻ കൊടുക്കാൻ പോലും കാരണമാകുന്ന ഒരു വലിയ പ്രതിഭാസമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസിയായ ഒരു മനുഷ്യന്റെ മേൽ നിർബന്ധമാക്കി വെച്ച ഒരു സംഗതിയാണ് മുഹമ്മദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു സത്യവിശ്വാസി ഈ ലോകത്തിലെ മറ്റാരെക്കാളേറെ സ്നേഹിച്ചിരിക്കണം. എന്തുകൊണ്ടറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ പിൻപറ്റണമെങ്കിൽ, ആ ജീവിതത്തിലെ ഓരോ കർമ്മങ്ങളും സ്വമേധയാ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാവണമെങ്കിൽ, ആ പ്രവാചകന്റെ ജീവിതത്തിലെ ഓരോ കൽപ്പനകളും ഇഷ്ടത്തോടുകൂടി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുലർത്തണമെങ്കിൽ, ഞാൻ പറഞ്ഞു വന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, ആ ജീവിതത്തിലെ ഓരോ കർമ്മങ്ങളെയും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അത്രയും പ്രിയപ്പെട്ടവനായിരിക്കണം. എൻ്റെ താടി എൻ്റെ മുഖത്തുണ്ടാകുമ്പോൾ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പ്രായത്തിനേക്കാളേറെ പ്രായം തോന്നിപ്പിക്കേണ്ടി നരച്ച താടിയൊക്കെ, ഇതെന്തെന്നാണ് പഠിച്ചൂടെ?
കൂടെ ജോലി ചെയ്യുന്നവർ സ്നേഹത്തോടു കൂടി പറഞ്ഞിട്ടുണ്ട്, ചിലർ സ്നേഹത്തോടു കൂടി ഉപദേശിച്ചിട്ടുണ്ട്, ചിലരൊക്കെ വെറുപ്പോടു കൂടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിലും അതവിടെ നിന്നോട്ടെ, വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാൻ എനിക്ക് തോന്നണമെങ്കിൽ എൻ്റെ മുഖത്ത് ഈ താടിരോമങ്ങൾ വളരുന്നത് 1400 കൊല്ലം മുമ്പ് അറേബ്യയിൽ ജീവിച്ചു മരിച്ച, ഞാൻ കണ്ടിട്ടില്ലാത്ത, ശബ്ദം പോലും കേട്ടിട്ടില്ലാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയുടെ ഭാഗമാണ് എന്ന് ഞാൻ വിശ്വസിക്കണമെങ്കിൽ ആ പ്രവാചകനും ഞാനും തമ്മിൽ എത്രമേൽ ആത്മബന്ധമുണ്ടാവണം. ഈ വെള്ള വസ്ത്രങ്ങൾ ധരിക്കുക പ്രത്യേകിച്ച് മഴക്കാലത്ത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ചിലപ്പോഴൊക്കെ വീട്ടിൽ നിന്ന് പറയാറുണ്ട്, ഈ വെള്ളം ഒഴിവാക്കി ഒരു കള്ളിയോ പുള്ളിയോ കെട്ടൂടെ, എന്നാൽ ചളിയാവാതെ സുഖമായിട്ട് യാത്ര ചെയ്തൂടെ. ചിലപ്പോൾ വീട്ടിലേക്ക് എത്തുമ്പോൾ മുഷിഞ്ഞു പോയിട്ടുണ്ടാവുകയെ ബസ്സിലൊക്കെ തിരക്കുമ്പോഴേ. പിന്നെ ഇപ്പം എന്താ നിങ്ങൾ വെള്ള വസ്ത്രത്തോട് താല്പര്യം തോന്നാൻ കാരണം, അന്ന് 1400 കൊല്ലം മുമ്പ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കണം, നിങ്ങളുടെ മയ്യത്തുകളെ വെള്ള വസ്ത്രങ്ങൾ കൊണ്ട് കഫൻ ചെയ്യണം. അള്ളാഹുവിന് വെള്ള വസ്ത്രങ്ങൾ ഇഷ്ടമാണ്. എന്നാൽ നമുക്കും വെള്ള വസ്ത്രം ഇഷ്ടമാണ് അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകൻ നമുക്ക് പ്രിയപ്പെട്ടവനാകുമ്പോൾ ആ പ്രിയപ്പെട്ട പ്രവാചകന്റെ ജീവിതവും നമുക്ക് പ്രിയപ്പെട്ടതായിത്തീരും. ആ പ്രവാചകന്റെ കൽപ്പനകൾ നമുക്ക് പ്രിയപ്പെട്ടതായിത്തീരും. ആ പ്രവാചകൻ വിരോധിച്ച കാര്യങ്ങൾ നമുക്ക് വെറുപ്പുള്ളതായിത്തീരും. അപ്പോഴാണ് ഒരാൾ ഒരു സമ്പൂർണ്ണ വിശ്വാസിയായി മാറുക. അതുകൊണ്ടാണ് വിശ്വാസത്തിൻ്റെ ആദ്യ പടി എന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനെ ഒരു നിയമം വിശ്വാസികൾക്ക് മേൽ നിശ്ചയിച്ചത്. നിങ്ങൾക്ക് പ്രവാചകൻ ഏറ്റവും പ്രിയപ്പെട്ടവനാവണം. അതൊരു അടിച്ചേൽപ്പിക്കലല്ല. എന്തുകൊണ്ട് എൻ്റെ പ്രവാചകൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായി എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി എൻ്റെ മനസ്സിലുണ്ടാവണം. നിങ്ങൾ എന്തുകൊണ്ട് പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന ചോദ്യത്തിന് അതങ്ങനെ പറഞ്ഞതുകൊണ്ട് സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ വർത്താനം ഉണ്ടാവുള്ളൂ, സ്നേഹം ഉണ്ടാവില്ല. സ്നേഹമുണ്ടാവണമെങ്കിൽ ആ സ്നേഹം ആത്മാർത്ഥമാവണം. ആത്മാർത്ഥമുണ്ടാവണമെങ്കിൽ ആ സ്നേഹത്തിനൊരു കാരണമുണ്ടാവണം. എന്തുകൊണ്ട് എൻ്റെ പ്രവാചകൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായി? എൻ്റെ ബാപ്പ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. എന്തുകൊണ്ടാ? എൻ്റെ അയൽവക്കത്തൊക്കെ എൻ്റെ ബാപ്പാനെക്കാളിലും ചൊറുക്കുള്ള, എൻ്റെ ബാപ്പാനെക്കാളിലും പൈസ അല്ലേ, എൻ്റെ ബാപ്പാനെക്കാളിലും വിദ്യാഭ്യാസമല്ലേ ഒരുപാട് ആൾക്കാർ എൻ്റെ നാട്ടിലുണ്ടല്ലോ. അവരോടൊന്നും ഇല്ലാത്ത സ്നേഹം എൻ്റെ ബാപ്പാനോട് എന്തുകൊണ്ടാണ് എനിക്കുണ്ടായത്? എൻ്റെ ഉമ്മ, പ്രായമായ ഉമ്മ, എൻ്റെ ഉമ്മയേക്കാൾ ആരോഗ്യവും സൗന്ദര്യമുള്ള എത്ര ആൾക്കാർ എൻ്റെ കുടുംബത്തിലും അയൽവക്കത്തൊക്കെ ഉണ്ട്. അവരോടൊക്കെ ഇല്ലാത്ത സ്നേഹം എന്തുകൊണ്ടാണ് എനിക്ക് എൻ്റെ അമ്മാനോടുണ്ടായത്, എൻ്റെ മക്കളോടുണ്ടായത്, എൻ്റെ ഇണയോടുണ്ടായത്? ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമുണ്ട്, ഒരാത്മബന്ധമുണ്ട്. ആ ബന്ധമാണ് ഈ സ്നേഹത്തിൻ്റെ നിധാനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അവസാന നാളുകളിൽ പ്രവാചകൻ പറഞ്ഞ ഒരു വാക്കുണ്ട്. എനിക്ക് വല്ലാത്തൊരു സങ്കടമുണ്ട് പ്രവാചകനെ, വല്ലാത്ത ഒരു സങ്കടമുണ്ട്. എൻ്റെ കുറേ സഹോദരന്മാരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. എൻ്റെ കുറേ സഹോദരന്മാരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. പ്രവാചകന്റെ സങ്കടം. സഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഞങ്ങളൊക്കെ അങ്ങയുടെ സഹോദരന്മാരല്ലേ, ഞങ്ങളെയൊക്കെ അങ്ങ് കാണുന്നില്ലേ, പിന്നെന്താ സങ്കടം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അതല്ല ഞാൻ പറഞ്ഞത്. എന്നെ കാണാത്ത, എൻ്റെ ശബ്ദം കേട്ടിട്ടില്ലാത്ത, എന്നാൽ പിൽക്കാലത്ത് എന്നെ പിൻപറ്റി എൻ്റെ ദീനിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ഈ ലോകത്ത് വരാനുണ്ട്. അവരെയൊന്നും ഞാൻ കാണുന്നില്ലല്ലോ എന്നതാണ് എൻ്റെ സങ്കടം. നമ്മളെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സങ്കടപ്പെട്ടത്. നമ്മളെ കാണാനാണ് അള്ളാഹുവിൻ്റെ ഹബീബ് ആഗ്രഹിച്ചത്. തീർന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് പ്രവാചകന്റെ ചുണ്ടുകൾ ആയിഷ ബീവിയുടെ മടിയിൽ കിടന്ന് ആ ചുണ്ടുകൾ പതുക്കെ മന്ത്രിച്ചപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുണ്ടുകൾ പറയുന്നതെന്നറിയാൻ തൻ്റെ ചെവികൾ പ്രവാചകന്റെ ചുണ്ടിനോട് ചേർത്ത് വെച്ചപ്പോൾ അവർ കേട്ട പ്രവാചകന്റെ വാക്കുകൾ. പ്രവാചകന്റെ വീട്ടിൽ പട്ടിണിയാണ്, കുടുംബങ്ങൾ പട്ടിണിയിലാണ്, കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമുണ്ട്. ആ സമയത്ത് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ വാക്കുകൾ ഉമ്മത്തി അസ്വലാത്ത് അസ്വലാത്ത് അസ്വലാത്ത്. എൻ്റെ സമുദായമേ
നമസ്കാരത്തിന്റെ കാര്യം കേട്ടോ, നമസ്കാരത്തിന്റെ കാര്യം കേട്ടോ, അവഗണനയില്ലാതെ, അലംഭാവമില്ലാതെ, മടിയില്ലാതെ നമസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നമസ്കാരത്തിന്റെ കാര്യത്തിൽ നിങ്ങളുടെ മനോഭാവം എന്താണോ അതനുസരിച്ചാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയവും പരാജയവും. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. എന്താണ് അവരുടെ അടയാളം? അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ നമസ്കാരത്തിൽ ഭക്തിയുള്ളവരാണ്. ഭക്തിയോടുകൂടി കൃത്യമായി നിസ്കരിക്കുന്നവൻ ജയിക്കുമ്പോ വൈലുൽ മുസല്ലീൻ അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അശ്രദ്ധമായി അവഗണനയോടുകൂടി നമസ്കരിക്കുന്നവനാരോ അവൻ നശിച്ചു പോയിരിക്കുന്നു, അവനാകുന്നു നാശം. നിസ്കാരമാണ് ജയത്തിന്റെയും പരാജയത്തിന്റെയും അടയാളം. ആത്മാർത്ഥമായിട്ട് നിസ്കരിക്കാനാവുന്നുണ്ടോ അവൻ ജയിച്ചവനാണ്. കാരണം നാളെ പരലോകത്ത് പടച്ച റബ്ബിന്റെ മുമ്പിൽ നമ്മുടെ വിചാരണ തുടങ്ങുമ്പോൾ ഒന്നാമത്തെ വിചാരണ അനിസ്വലാത്ത്, നമസ്കാരത്തെ കുറിച്ചാണ്. നമസ്കാരത്തെ കുറിച്ചുള്ള വിചാരണയിൽ അവൻ ജയിച്ചാൽ അവന്റെ മറ്റുള്ള വിചാരണകൾ ലഘുവാണ്. ചില കേന്ദ്ര സർവീസിലൊക്കെ സിവിൽ സർവീസ് പോലെയുള്ള ചില മത്സര പരീക്ഷകൾ നടക്കുമ്പോഴേ, നമ്മുടെ ചില യൂണിവേഴ്സിറ്റികളിലൊക്കെ സമാനമായ പരീക്ഷയുണ്ട്. ചില മത്സര പരീക്ഷകൾ നടക്കുമ്പോൾ ഒന്നാമത്തെ ഒരു മെയിൻ പേപ്പർ ഉണ്ടാവും, പിന്നെ കുറേ ഉപപേപ്പറുകൾ ഉണ്ടാവും. ഈ ഒന്നാമത്തെ പേപ്പർ ജയിച്ചെങ്കിൽ മാത്രമേ മറ്റുള്ള പേപ്പറുകൾ നോക്കാനുള്ളൂ. ഒന്നാമത്തെ പേപ്പറിൽ തോറ്റോ ബാക്കിയുള്ളതൊക്കെ കീറി കൊട്ടിക്കലിടും, അടുത്തുള്ള എഴുതാൻ പറയും. ഒന്നാമത്തെ പേപ്പറിൽ ജയിച്ചിട്ടുണ്ടോ എന്നാ പിന്നെ രണ്ടാമത്തെ നോക്കും, അതിൽ തോറ്റ പേപ്പർ പിന്നെ എഴുതിയെടുത്താൽ മതി. മെയിൻ പേപ്പർ ജയിച്ചോളണം. നാളെ പരലോകത്ത് ഒരടിമയോട് അള്ളാഹു വിചാരണക്ക് വേണ്ടി അവന്റെ ചോദ്യങ്ങൾ ആരംഭിക്കുമ്പോൾ ആദ്യമായി അള്ളാഹു തന്റെ അടിമയെ ചോദ്യം ചെയ്യാൻ ആരംഭിക്കുമ്പോൾ ആദ്യത്തെ ചോദ്യം നിസ്കാരത്തെ കുറിച്ചാണ്. അതിന് കൃത്യമായ മറുപടി ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ ലഘുവാണ്. അല്ല, നമസ്കാരത്തെ പറ്റിയുള്ള ചോദ്യത്തിന്റെ ഉത്തരത്തിൽ പതറിപ്പോയാൽ നിസ്കാരം അങ്ങനെയല്ല. ഇനി പക്ഷെ ഞാൻ ഹജ്ജ് 4 ചെയ്തിട്ടുണ്ട്, ഉംറ 16 ചെയ്തിട്ടുണ്ട്, പാവപ്പെട്ടവർക്ക് വീടുണ്ടാക്കിക്കണ്, പെൺകുട്ടികളെ കെട്ടിക്കാൻ പൈസ കൊടുത്തിക്കണ്, ഒക്കെ ചെയ്തിക്കണ്, പക്ഷേ നിസ്കാരല്ലേ ഒരു കാര്യമല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു മുസ്ലിമിൻ്റെയും ഒരു അമുസ്ലിമിൻ്റെയും ഇടയിലുള്ള പ്രത്യക്ഷത്തിലുള്ള അടയാളം എന്ന് പറയുന്നത് അവരെ തമ്മിൽ വേർതിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റുന്ന അടയാളം എന്താണെന്നറിയങ്ങൾ? അസ്വലാത്ത്, നമസ്കാരമാകുന്നു. ഫമൻ തറകഹ, ആര് നമസ്കാരം ഉപേക്ഷിച്ചോ വഖദ് കഫറ, അവൻ കാഫിറാണ്. നിസ്കാരം ഉപേക്ഷിച്ചോ കാഫിറ. അതിന് വേറെ വ്യാഖ്യാനമൊന്നും വേണ്ട, ഒരു വ്യാഖ്യാനം വേണ്ട. ഞാൻ വിശുദ്ധമായ ഹറമിൽ മക്കയിൽ ഒരു വെള്ളിയാഴ്ചയിലെ ഹുതുബ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഹുതുബയുടെ വിഷയം നിസ്കാരത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്. ആ ഹുതുബയിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഭയപ്പെടുത്തുന്ന വാക്കായിരുന്നു. നമ്മുടെ വീട്ടിൽ നമ്മൾ ചെലവ് കൊടുത്ത് വളർത്തുന്ന ഒരാൾ, മകനോ മകളോ സഹോദരനോ സഹോദരിയോ ഭാര്യയോ ഭർത്താവോ ഉമ്മ ബാപ്പ ആരാവാം, ഒരാൾ നമസ്കരിക്കാറില്ല, നമസ്കരിക്കുന്നില്ല. നമ്മളയാൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, വസ്ത്രം കൊടുക്കുന്നുണ്ട്, എല്ലാം കൊടുക്കുന്നുണ്ട്, പക്ഷെ അയാൾ നിസ്കരിക്കുന്നില്ല എങ്കിൽ നാളെ നരകത്തിലിട്ട് കത്തിക്കാനുള്ള ഒരു വിറക് നമ്മുടെ വീട്ടിൽ നമ്മൾ വെള്ളവും വളവും കൊടുത്ത് വളർത്തുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാ പറഞ്ഞത്. കാര്യം കൃത്യമായല്ലോ? അതെ. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ച് അവന്റെ ജീവവായുവാണ് നിസ്കാരം. ആ നിസ്കാരം എപ്പ ഇല്ലാതായോ അപ്പോൾ അവൻ മരിച്ചു, പിന്നെ അവൻ വിശ്വാസിയല്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ അവസാനത്തെ വാക്കുകളിൽ ഉമ്മത്തി അസ്വലാത്ത്, എൻ്റെ സമൂഹമേ നിസ്കാരത്തിന്റെ കാര്യം കേട്ടോ, നിസ്കാരത്തിന്റെ കാര്യം കേട്ടോ, വിമുഖതയുണ്ടാവരുത് കേട്ടോ, മടിയുണ്ടാവരുത് കേട്ടോ. അള്ളാഹുവിന്റെ ഹബീബിന്റെ അവസാനത്തെ ഉപദേശങ്ങളിൽ പെട്ടതാ. തീർന്നില്ല, ഇത്തിരി കൂടി കഴിഞ്ഞപ്പോ പ്രവാചകന്റെ വാക്കുകളുടെ ഭാവം ഒന്നുകൂടി മാറി. പ്രവാചകന് വല്ലാത്ത അസ്വസ്ഥത. മരണത്തിന്റെ അവസാന സമയത്താണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ ഒരു കാര്യം കൂടി നമ്മളെ പഠിപ്പിച്ചുകൊണ്ടാ റസൂലുള്ള പോയത്. എന്താണ് ആ പഠിപ്പിച്ച പാഠനരങ്ങള്? ലോകത്ത് വേറെ ഒരു മനുഷ്യനും പഠിപ്പിക്കാൻ കഴിയാത്ത പാടാണ്. അലാ
ഇന്നലിൽ മൗതി സകറാത്ത്. അലാ, അറിയണം കേട്ടോ മനുഷ്യരെ, അറിയണം കേട്ടോ. ഇന്നലിൽ മൗതി സകറാത്ത്, തീർച്ചയായിട്ടും മരണത്തിന് വല്ലാത്ത വിഭ്രാന്തി ഉണ്ട് കേട്ടോ. മരണത്തിൻ്റെ, നമ്മളൊക്കെ ഒരു വീട്ടില് ഒരു ബാപ്പുണ്ട്, ഉമ്മയുണ്ട്, 2-3 കുട്ടികളുണ്ട്. ചെറിയ കുട്ടികളാ, വളരെ സ്നേഹത്തോടു കൂടി ജീവിക്കുന്ന കുടുംബ, ഒരു രാത്രി പോലും വേറെ താമസിക്കാത്ത അത്ര സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന കുടുംബ. പക്ഷേ സാമ്പത്തികമായ ഭയങ്കര ദുരിതം വന്നപ്പോൾ ഈ കുടുംബനാഥന് വിദേശത്തേക്ക് ജോലിക്ക് പോകേണ്ടി വന്ന്, കുടുംബത്തെ പിരിയുന്ന, മക്കളെ പിരിയുന്ന വല്ലാത്ത അസ്വസ്ഥത അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. എല്ലാവരുടെ മുഖത്തുണ്ട്, മുഖത്ത് നോക്കാൻ കഴിയാത്ത സങ്കടമുണ്ട്. അങ്ങനെ പോകാൻ നേരത്ത് അതിൻ്റെ മുമ്പ് തന്നെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങൂലേ ഓരോ കാര്യം, ഭാര്യ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മൂത്ത മോനോട്, മൂത്ത മോളോട്, ചെറിയ കുട്ടിയോടൊക്കെ പറയാളൊക്കെ പറഞ്ഞ് അവസാനം വീട്ടിൽ നിന്ന് സലാം പറഞ്ഞ് പാസ്പോർട്ടും കീശയിലിട്ട് കാറിക്കാൻ കയറിയിട്ട് കാറിൻ്റെ ഡോർ അടക്കുമ്പോൾ പറയുന്നൊരു വാക്കുണ്ട് ഭാര്യയോട്, പിന്നെ മക്കളെ ശരിക്ക് ശ്രദ്ധിക്കണം കേട്ടോ. കണ്ണ് നിറഞ്ഞുകൊണ്ടൊരു വർത്താനാണ്. പിന്നെ പോവുക. ഈ ലോകത്തോട് യാത്ര ചോദിക്കുമ്പോൾ അവസാനമായിട്ട് അല്ലാഹുവിൻ്റെ ഹബീബ് നമുക്കോട് പറഞ്ഞെന്താ അറിയോ? ഇന്നലിൽ മൗതി സകറാത്ത്. മരണത്തിൻ്റെ വേദനയൊക്കെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ ധൈര്യമുള്ള വേറെ ഏത് മനുഷ്യനാണ് ഈ ലോകത്ത് ജീവിച്ചിട്ടുള്ളത്? എന്താ അറിയോ? അതും കൂടി എൻ്റെ സമൂഹത്തിന് പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ പോവുകയുള്ളൂ എന്ന ആ പ്രവാചകന്റെ കരളുറപ്പാണ്. പിന്നെ റസൂലുള്ളാഹിന്റെ കൈവിരലുകൾ ആകാശത്തേക്ക് ഉയർന്നു. ഇല റഫീഖിൽ അഅ്ലാ, അത്യുന്നതനായ ആ റഫീഖിലേക്ക് പോകുന്നു എന്ന സൂചനയോടെ പ്രവാചകന്റെ കൈകൾ നിലത്തേക്ക് വീണു. ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകനെ ഒന്ന് കുലുക്കി നോക്കി, പ്രവാചകന്റെ കണ്ണുകളിലേക്ക് നോക്കി. അവർക്ക് ബോധ്യമായി പ്രവാചകൻ മരണപ്പെട്ടിരിക്കുന്നു. പ്രവാചകന്റെ ശരീരം നിലത്ത് കടത്തി ഒരു തുണി കൊണ്ട് മൂടിയിട്ട് അവർ പുറത്തേക്ക് വിവരം പറഞ്ഞു. കൂടിയിരിക്കുന്ന സഹാബിമാരോട് അള്ളാഹുവിൻ്റെ ഹബീബ് മരിച്ചിരിക്കുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വാളൂരി. പ്രവാചകൻ മരിക്കേ, ഉൾക്കൊള്ളാൻ പറ്റണില്ല. ആരെങ്കിലും പ്രവാചകൻ മരിച്ചെന്ന് പറഞ്ഞാൽ കൊല്ലും ഞാൻ അവനെ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ 40 ദിവസത്തേക്ക് സീനാ പർവ്വതത്തിലേക്ക് പടച്ച റബ്ബ് കൂട്ടിക്കൊണ്ടുപോയതുപോലെ പ്രവാചകനെ കൊണ്ടുപോയതാ. പ്രവാചകൻ തിരിച്ചു വരും. ഉമർ ഇങ്ങനെ തുള്ളല്ലേ. അതുവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നു അബൂബക്കർ സിദ്ദീഖ്. അന്ന് സുബൈ നിസ്കരിച്ചപ്പോൾ ഇമാം അബൂബക്കർ സിദ്ദീഖ. പക്ഷെ അന്ന് രാവിലെ പ്രവാചകന് ഒരിത്തിരി ആശ്വാസം തോന്നിയപ്പോൾ പ്രവാചകൻ മെല്ലെ മെല്ലെ പള്ളിയിൽ പോയിട്ട് അബൂബക്കറിൻ്റെ അടുത്തിരുന്ന് നിസ്കരിച്ചിട്ടുണ്ട്. പ്രവാചകന്റെ മുഖത്ത് അതുവരെ ഇല്ലാത്ത ഒരു തെളിവുണ്ടായിരുന്നു. അപ്പൊ സഹാബത്തിനൊക്കെ തോന്നി പ്രവാചകന്റെ രോഗം ശിഫയായിട്ടുണ്ട്, സുഖമായിട്ടുണ്ട്. അബൂബക്കറിനും തോന്നി റസൂലുള്ളാഹിക്ക് ആശ്വാസമായിട്ടുണ്ട്. അതുകൊണ്ടാണ് അബൂബക്കർ പുറത്തേക്ക് പോയത്. അല്ലെങ്കിൽ അതുവരെ അവിടെ ഉണ്ടായിനി. പ്രവാചകന്റെ മുഖത്തെ ഒരു ആശ്വാസം കണ്ടപ്പോഴാണ് പുറത്തേക്ക് പോയത്. പക്ഷേ അദ്ദേഹം തൻ്റെ വീട്ടിലെത്തും മുമ്പേ വിവരം വന്നു, പ്രവാചകൻ മരിച്ചിരിക്കുന്നു. അദ്ദേഹം തിരിച്ചു വന്നു. ആയിഷാ ബീവിയുടെ വീടിൻ്റെ ഉള്ളിൽ കയറി. എന്നിട്ട് മൂടിയിട്ടിരിക്കുന്ന പ്രവാചകന്റെ ശരീരം നോക്കി. അദ്ദേഹത്തിന് ബോധ്യമായി റസൂലുള്ളാഹി മരിച്ചിട്ടുണ്ട്. പ്രവാചകന്റെ നെറ്റിയിൽ അദ്ദേഹം ചുംബിച്ചു. എന്നിട്ട് പുറത്തിറങ്ങി. ഉമർ ഇങ്ങനെ വിറക്കുകയാണ്. ആളുകൾ എന്താണ് നിജസ്ഥിതി എന്നറിയാതെ ആളുകൾ പരിഭ്രാന്തിയിലാണ്. അബൂബക്കർ സിദ്ദീഖ് മിമ്പറിൽ കയറി. അദ്ദേഹം പ്രസംഗിച്ചു. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ. വിശുദ്ധ ഖുർആനിലെ ആയത്തോതി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിൻ്റെ ഒരു പ്രവാചകൻ മാത്രമാണ്. അദ്ദേഹത്തിന് മുമ്പും ഈ ലോകത്ത് പ്രവാചകന്മാർ വന്നിട്ടുണ്ട്, അവരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രവാചകന്റെ മരണത്തിന്റെ യാഥാർത്ഥ്യം അദ്ദേഹം വിളിച്ചു പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ആരാണോ മുഹമ്മദ് നബിയെ ആരാധിച്ചിരുന്നത്, ഇതാ മുഹമ്മദ് നബി മരിച്ചിരിക്കുന്നു, അവരുടെ ആരാധനകളൊക്കെ വൃഥാവിലായി. എന്നാൽ ആരാണോ അള്ളാഹുവിനെ ആരാധിച്ചിരുന്നത്, ആ അള്ളാഹു ഒരിക്കലും മരിക്കാതെ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് എന്ന് അദ്ദേഹം പറഞ്ഞ് സംഗതി ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. ഞാൻ സൂചിപ്പിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം. ആ പ്രവാചകനെ പറ്റി നമ്മൾ പഠിക്കണം. ആ പ്രവാചകൻ അനുഭവിച്ച ത്യാഗത്തിന്റെ കഥകൾ, ആ പ്രവാചകൻ അനുഭവിച്ച വേദനയുടെ വഴികൾ,
ആ പ്രവാചകൻ നടന്നുപോയ പരീക്ഷണത്തിന്റെ തീച്ചൂളകൾ ഇതൊക്കെ നമുക്ക് കൂടി വേണ്ടിയായിരുന്നല്ലോ. നമ്മുടെ സ്വർഗത്തിന് വേണ്ടി, നമ്മൾ നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടി, നരകത്തിന്റെ തീജ്വാലകളിലേക്ക് നമ്മൾ വലിച്ചെറിയപ്പെടാതിരിക്കാൻ വേണ്ടി കൂടിയാണല്ലോ എൻ്റെ പ്രിയപ്പെട്ട ഹബീബി വേദനിച്ചത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ സ്നേഹത്തിന്റെ പട്ടികയിലേക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേര് ഉയർന്നുയർന്നു വരുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ഈ സംസാരത്തിൻ്റെ ആദ്യ ഭാഗം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഈ ഒരു പോയിന്റിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മുടെ ജീവനേക്കാളേറെ സ്നേഹിക്കത്തക്ക രൂപത്തിൽ പ്രവാചകനെ നമ്മൾ പഠിക്കണം. പ്രവാചകനെ നമ്മൾ പഠിക്കണം, പ്രവാചകനെ നമ്മൾ മനസ്സിലാക്കണം, പ്രവാചകനെ നമ്മൾ ഉൾക്കൊള്ളണം. അപ്പോഴേ നമുക്ക് പ്രവാചകനെ സ്നേഹിക്കാൻ പറ്റൂ. ഒരാളെ സ്നേഹിക്കണമെങ്കിലേ അയാൾ ആരാണെന്ന് അറിയണം. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയട്ടെ. ഞാൻ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, ഞാൻ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ ബസ് സ്റ്റോപ്പിൽ ഒരാൾ എന്നും എന്നെ കാത്തിരിക്കും. എന്നെ കാണുമ്പോൾ അയാൾ എൻ്റെ അടുത്ത് വരും, എൻ്റെ തലയിലൊക്കെ ഇങ്ങനെ തലോടും. എനിക്കതൊരു ഇഷ്ടമല്ല. അങ്ങനെയാണല്ലോ ചില ആൾക്കാർ നമ്മുടെ ദേഹത്ത് തുറന്ന് നമുക്ക് ഇഷ്ടമല്ല, എനിക്കിഷ്ടമല്ല. ഞാൻ അയാളെ കണ്ടാൽ അങ്ങോട്ട് പോകാതെയായി. അയാൾ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ ഇപ്പുറത്തേക്ക് മാറിപ്പോവും. എനിക്ക് അയാളെ ഇഷ്ടമല്ല. ഒരിക്കൽ ഞാനും എൻ്റെ ഉമ്മയും കൂടി യാത്ര പോകാനിരിക്കുമ്പോൾ അയാൾ എൻ്റെ ഉമ്മയുടെ അടുത്ത് വന്നു. അയാൾ എൻ്റെ ഉമ്മയോട് കുറേ സംസാരിച്ചു. ഞാൻ അപ്പുറത്തേക്ക് മാറി നിന്നു. എനിക്ക് അയാളെ ഇഷ്ടമല്ല. എൻ്റെ ഉമ്മ കരയുന്നതും കണ്ണു തുടക്കുന്നതും ഒക്കെ ഞാൻ കണ്ടു. അയാൾ പോയപ്പോൾ ഞാൻ എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് വന്നു. ഉമ്മ, ആരാണ് അയാൾ? എന്തിനാണ് നിങ്ങൾ കരഞ്ഞത്? ഉമ്മ പറഞ്ഞു, അയാൾ ഒരു കാലത്ത് നമ്മുടെ കുടുംബം പട്ടിണിയുടെ പരിവട്ടത്തിൻ്റെ പടുകുഴിയിലായ സമയത്ത് നമ്മുടെ കുടുംബത്തിന് ഭക്ഷണമായവൻ, നമ്മുടെ ബാപ്പാക്ക് ഏറെ സഹായമായവൻ, ഒരുപാട് നമ്മളെയും കുടുംബത്തെയും സഹായിച്ചവൻ, നമ്മുടെ ബാപ്പ ഏറെ കഷ്ടപ്പെട്ടപ്പോഴൊക്കെ ബാപ്പാക്ക് താങ്ങായ ഒരു നല്ല മനുഷ്യനാണത്. എനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി. പടച്ചോനെ, പിറ്റേ ദിവസം ഞാൻ സ്കൂളിലേക്ക് പോകാൻ നേരത്ത് അയാൾ അപ്പുറത്ത് മാറി നിൽക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് തന്നു. ഞാൻ സലാം പറഞ്ഞു. അയാളുടെ കൈ പിടിച്ചു. അയാൾ എന്നെ ചേർത്ത് പിടിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് നിങ്ങളെ അറിയില്ലായിരുന്നു കേട്ടോ. പിന്നെ അയാൾ മരിച്ചപ്പോൾ അയാളുടെ മയ്യത്തിൻ്റെ അടുത്ത് പോവാൻ ആ മയ്യത്തിൻ്റെ മുമ്പിൽ നിന്നപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ? അയാൾ ആരാണെന്ന് മനസ്സിലാകുമ്പോഴാണ് നമുക്കൊരാളെ സ്നേഹിക്കാനും പരിഗണിക്കാനും ആദരിക്കാനും കഴിയുക. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ അറിയണം. ഇന്നും ലോകത്ത് ഏറ്റവും കൂടുതൽ ആക്ഷേപത്തിന്റെ കൂരമ്പുകൾ ഏറ്റുവാങ്ങുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി എന്താ? ഇന്ന് ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമായ മനുഷ്യരുടെ കൂട്ടത്തിൽ വർത്തമാനകാലത്ത് ഏറ്റവുമേറെ ആക്ഷേപത്തിന്റെ കൂരമ്പുകൾ നേരിടുന്ന ഒരു വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ പേരായിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുണ്ടാവും. സാമൂഹ്യ മാധ്യമങ്ങളിൽ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, പല സംവിധാനങ്ങളിൽ, എല്ലായിടങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മത്സരിച്ച് കുറ്റം പറയാൻ ആളുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തുപോയ ചില ആൾക്കാർ ഒരു സംഘടന ഉണ്ടാക്കി. എക്സ് മുസ്ലിം എന്ന പേര്. എല്ലാ മതത്തുനിന്നും ആൾക്കാർ പുറത്തു പോകാറുണ്ട്. ഒരു മതവിശ്വാസം ശരിയല്ല തോന്നുമ്പോൾ ആ മതവിശ്വാസികളായ ആളുകൾ ആ മതം വിട്ടു പോകാറുണ്ട്. അതെല്ലാ മതത്തിലും ഉണ്ട്. ക്രിസ്തു മതത്തിലും ഹിന്ദു മതത്തിലും ഒക്കെ ഉണ്ട്. പക്ഷേ ഇസ്ലാം മതത്തിൽ നിന്ന് വിട്ടുപോയവർ ഒരു സംഘടന ഉണ്ടാക്കി. അവർക്ക് പല ഭാഗത്തുനിന്നും സഹായം ഉണ്ടായി. എന്നിട്ട് ആ സംഘടനയുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്താ? നിങ്ങൾ പ്രവാചകനെ ചീത്ത പറയാ. പ്രവാചകനെ ചീത്ത പറയാ. ഒരു MSMന്റെ ഒരു പ്രവർത്തകൻ എൻ്റെ മുമ്പിൽ അവൻ്റെ മൊബൈൽ ഫോൺ ഇങ്ങനെ കൊടുന്നു വെച്ചത് പറഞ്ഞു, ഉസ്താദേ നേരെ ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഇതൊന്ന് കേൾക്കണം കേട്ടോ. ഞാൻ കേട്ട്. ഒരു ഗ്രൂപ്പിലാണ്, ഒരു പ്രഭാഷണമാണ്. ഞാൻ 10 മിനിറ്റാണ് കേട്ടത്. ആ കേട്ടത് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള വളരെ മോശമായ പരാമർശങ്ങൾ, ഒരു മനുഷ്യനോട് പറയാൻ പറ്റാത്ത അത്രയും മ്ലേച്ഛമായ പരാമർശങ്ങൾ. 10 മിനിറ്റ് ആയപ്പോൾ ഞാൻ ആ ഫോൺ ഓഫാക്കി. ആ MSMന്റെ പ്രവർത്തകർ വന്നിട്ട് പറഞ്ഞു, സാറേ, ഈ പ്രഭാഷണത്തിൻ്റെ കേൾവിക്കാരിൽ 90% +1 +2 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളാണ്. അവരുടെ ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിലാണ് ഈ പ്രഭാഷണം വരുന്നത്. പൊന്നാര സഹോദരന്മാരെ, സഹോദരിമാരെ, ഒരു 10 മിനിറ്റ് എങ്ങാനും നമ്മുടെ കുട്ടികൾ ആ പ്രഭാഷണം കേട്ടാണ്ടല്ലോ, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ അവർക്ക് പേടിയാവും. ആ രൂപത്തിലെ അവതരണം. ഇതാരെ തിരുത്തി കൊടുക്കുക? ഞാൻ ഈ സദസ്സിനോട് പറയട്ടെ,
+1 +2 ക്ലാസ്സിൽ പഠിക്കുന്ന എത്ര കുട്ടികൾ ഈ സദസ്സിലുണ്ട്? കൈ പൊന്തിക്കണ്ട, എനിക്കറിയാം എത്ര ഉണ്ടാവുമെന്ന്. നമ്മൾ 40-50 വയസ്സുള്ള ആൾക്കാർ എത്ര കാലം ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോഴേ സ്വലാത്ത് ചൊല്ലി പഠിച്ചവരാ നമ്മൾ. പക്ഷേ നമ്മളോട് ഒരാൾ പ്രവാചകനെ പറ്റി മോശം പറഞ്ഞാൽ അവന് മറുപടി കൊടുക്കാൻ നമ്മുടെ കയ്യിൽ മരുന്നുണ്ട്. പക്ഷേ നമ്മുടെ വീടുകളിൽ വളരുന്ന ഈ ചെറിയ കുരുന്നുകളുടെ മനസ്സിലേക്ക് പോലും അള്ളാഹുവിൻ്റെ ഹബീബിനെ കുറിച്ച് വളരെ മോശപ്പെട്ട വിഷം കുത്തിവെക്കാൻ വളരെ കൃത്യമായ സംവിധാനങ്ങൾ ഈ ലോകത്തുണ്ട്. നമ്മുടെ കുട്ടികളുടെ മനസ്സുകളിൽ പ്രവാചകനോട് വെറുപ്പുണ്ടാക്കുന്ന, പ്രവാചകനോട് അറപ്പുണ്ടാക്കുന്ന, പ്രവാചകന്റെ ദൂരെ നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന, പ്രവാചകനെ അടുപ്പിക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരുപാട് വാദങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ആസൂത്രിതമായി നമ്മുടെ മക്കൾക്ക് അവർ പകർന്നു കൊടുക്കുന്നുണ്ട്. അത് തിരുത്തി കൊടുക്കണമെങ്കിലേ നമ്മളൊക്കെ കേൾക്കാത്ത, നമ്മളൊക്കെ ഇപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എന്ത് ആരോപണമാണ് നമ്മളൊക്കെ കേട്ടത്? നമ്മളൊക്കെ കേട്ട ആരോപണങ്ങളെക്കാൾ 100 വട്ടം തീവ്രമായ, നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ആരോപണങ്ങളാ പ്രവാചകനെ കുറിച്ച് ഇവരിങ്ങനെ ആരോപിക്കണേ. അത് ഇവിടെ ഉണ്ടായതല്ല. യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ രൂപം കൊടുക്കുന്ന ചോദ്യങ്ങളാണ് നമ്മുടെ നാട്ടിലേക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കടന്നു വരുന്നത്. നിരീശ്വര നിർമ്മിതവാദത്തിൻ്റെ ആളുകൾ നമ്മുടെ കുട്ടികളെ ശരിക്കും ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ മതത്തിൻ്റെ കാര്യങ്ങളിലേക്കൊന്നും നമ്മുടെ മക്കളെ അത്രമാത്രം കൃത്യമായിട്ട് നമുക്ക് കിട്ടാതെ പോണത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിഞ്ഞിരിക്കണം ആരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതറിയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഞാനും നിങ്ങളും മുസ്ലിം ആവണമെങ്കിൽ ഒരു സത്യസാക്ഷ്യ വചനം ഒന്നാമതായി ചൊല്ലി അത് മനസ്സിൽ ഉറപ്പിച്ചെങ്കിൽ മാത്രമേ ഒരാൾക്ക് മുസ്ലിം ആകാനാവുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ഏതാണ് ആ സാക്ഷ്യവചനം? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഇത് വിശ്വസിച്ചാൽ മതിയോ? അല്ലാഹു അല്ലാത്ത ആരാധ്യനില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിൻ്റെ റസൂലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം? അല്ലല്ലോ. വിശ്വസിക്കേണ്ട കാര്യങ്ങൾ ഈമാൻ കാര്യങ്ങൾ എന്ന പേരിലാണ് നമ്മളെ പഠിപ്പിച്ചത്. അള്ളാഹുവിലുള്ള വിശ്വാസം, മലക്കുകളിലുള്ള വിശ്വാസം, കിതാബുകളിലുള്ള വിശ്വാസം, പ്രവാചകന്മാരിലുള്ള വിശ്വാസം, ലോകാവസാനത്തിലുള്ള വിശ്വാസം, നന്മ തിന്മകളായി ഗുണദോഷങ്ങളായി ഈ ലോകത്ത് സംഭവിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരമാണ്. മടവൂർ ഔലിയല്ല, CM അല്ല, വേറെ ഔലിയാക്കളല്ല. അതൊക്കെ പടച്ച റബ്ബിന്റെ നിശ്ചയപ്രകാരം അവന്റെ നിയന്ത്രണത്തിലാണ് എന്ന് വിശ്വസിക്കണം. അതാണ് വിശ്വസിക്കേണ്ട 6 കാര്യങ്ങൾ. എന്നാൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ട 5 കാര്യങ്ങളുണ്ട്, ഇസ്ലാം കാര്യങ്ങൾ എന്നാണ്. അതിലൊന്നാമത്തേത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. രണ്ടാമത്തെ നിസ്കാരാണ്. എന്താണ് നിസ്കാരം? 5 നേരം നിസ്കാരം നിർബന്ധമാണെന്ന് വിശ്വസിച്ചാൽ മതിയോ? പോരാ, നിസ്കരിക്കണം. അതിൻ്റെ ക്രമത്തിൽ നിസ്കരിക്കണം, രൂപത്തിൽ നിസ്കരിക്കണം. സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് എന്ന് വിശ്വസിച്ചാൽ പോരല്ലോ. നമ്മുടെ സ്വത്തിൻ്റെ കണക്ക് കൂട്ടി കൃത്യമായ നിസാബ് നിശ്ചയിച്ച് അതിൻ്റെ കൃത്യമായ സക്കാത്ത് കൊടുക്കണ്ടേ? റമദാൻ മാസത്തിൽ നോമ്പ് നോൽക്കൽ നിർബന്ധമാണ് എന്ന് വിശ്വസിച്ചാൽ പോരല്ലോ, നോമ്പ് നോൽക്കണ്ടേ? ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ് എന്ന് വിശ്വസിച്ചാൽ പോരല്ലോ, ഹജ്ജ് ചെയ്യണ്ടേ? അപ്പൊ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ചാൽ പോരല്ലോ, അത് പ്രവർത്തിക്കണ്ടേ? അതെങ്ങനെയാ പ്രവർത്തിക്കല്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് എങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടത്? എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന മുഴുവൻ ആരാധനകളും അല്ലാഹുവിന് മാത്രമായിരിക്കും. അല്ലാഹു അല്ലാത്ത ഒരാൾക്കും ആരാധനയുടെ ഒരു കഷ്ടം പോലും ഞാൻ വകവെച്ചു കൊടുക്കുകയില്ല. അതാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. എൻ്റെ ആരാധനകൾ, എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ നേർച്ചകൾ, എൻ്റെ സഹായാർത്ഥനകൾ, ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്താരാധന ചെയ്യുന്നുണ്ടോ അതൊക്കെ അല്ലാഹുവിന് മാത്രം. അല്ലാഹുവേ എന്നല്ലാതെ അല്ലാഹുവിൻ്റെ ഒരു സൃഷ്ടിയുടെ പേര് വിളിച്ച് ഒരാരാധനയും ഞാൻ നിർവഹിക്കുകയില്ല. അതാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്.
അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എങ്ങനെ ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ടത്? അഷ്ഹദു, ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു, അന്ന മുഹമ്മദൻ, തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുള്ളാഹ് അല്ലാഹുവിൻ്റെ ദൂതനാണ്. എന്താ ദൂതൻ എന്ന് പറഞ്ഞാൽ? ദൂതൻ, മെസ്സഞ്ചർ, ദൂതൻ, റസൂൽ എന്താണ് ആ മലയാള വാക്കിൻ്റെ അർത്ഥം? ദൂതൻ. ഞാൻ ഒരാളെ എറണാകുളത്തേക്ക് കലൂർ പള്ളിയിലേക്ക് ഒരു കാര്യം പറയാൻ വേണ്ടി ഈ സ്ഥലത്ത് നിന്ന് ഒരു സഹോദരനെ പറഞ്ഞേക്കണ്ട, ഇവിടെ പോയിട്ട് കലൂർ പള്ളിയിലെ ഖത്തീബിനോട് ഇന്ന കാര്യം പറയണം കേട്ടോ എന്ന് പറഞ്ഞ് ഞാൻ ഒരാളെ പറഞ്ഞയക്കുമ്പോൾ അയാൾക്ക് പറയുന്ന പേരാണ് ദൂതൻ. അയാൾ എൻ്റെ ദൂതനാണ് എന്ന് പറഞ്ഞാൽ ഒരു സന്ദേശം അയാൾ മുഖാന്തരം കൊടുത്തയച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിൻ്റെ ദൂതനാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വശം അല്ലാഹു ഒരു സന്ദേശം കൊടുത്തയച്ചിട്ടുണ്ട്. ആർക്ക്? എനിക്ക് തരാനുള്ള, എനിക്ക് കിട്ടാനുള്ള, ഞാൻ അറിയാനുള്ള ഒരു സന്ദേശം അല്ലാഹു ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വശം കൊടുത്തയച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കൊടുത്തയച്ച സന്ദേശപ്രകാരം എങ്ങനെയാണോ സ്വർഗത്തെ ആഗ്രഹിക്കേണ്ടത്, എന്തിലൂടെയാണോ നരകത്തെ അകറ്റി നിർത്തേണ്ടത്, അത് ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നതുപോലെ ഞാൻ പ്രവർത്തിക്കും. അതാണ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എനിക്ക് സ്വർഗത്തിൽ പോകാൻ എനിക്ക് ഇഷ്ടമുള്ള ചെയ്യല്ല. എനിക്ക് സ്വർഗത്ത് പോവാൻ എനിക്ക് ഇഷ്ടമുള്ള ചെയ്യാൻ പറ്റുമോ? സുബൈ നിസ്കാരം 2 റക്അത്ത് എനിക്ക് തോന്നുകയാണ് ഇന്ന് ഒരുപാട് സമയം ഫ്രീ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇന്ന് സുബൈ നിസ്കാരം 3 റക്അത്ത് നിസ്കരിക്കും. ഞാൻ സ്വർഗത്ത് പോകുമോ? നിസ്കാരം കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹ് 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 3 വട്ടം പറയണ്ടേ? എനിക്ക് തോന്നുകയാണ് സമയമുണ്ടല്ലോ, ഞാൻ 30 വട്ടം പറയട്ടെ അസ്തഗ്ഫിറുല്ലാഹ്. എനിക്ക് സ്വർഗം കിട്ടുമോ? ഇല്ലല്ലോ, ഇല്ല. എനിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അവസാന നാളുകളിൽ ഒന്നിൽ തൻ്റെ സഹാബത്തിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. സ്വഹാബത്തെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് പറഞ്ഞത്, നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ അതൊക്കെയും ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലേ? അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു قال رسول الله صلى الله عليه وسلم أيها الناس إنه ليس من شيء يقربكم من الجنة ويبعدكم من النار إلا قد أمرتكم به. എന്തല്ലേ, എന്ത് സംശയ പിന്നെ വേറല്ലേ? കേട്ടോളിട്ടോ, ശരിക്ക് കേട്ടോളി. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, എന്നെ ഇങ്ങളെയൊക്കെ വിളിച്ചാ പറഞ്ഞേ, മനുഷ്യരെ, ഇന്നഹു, തീർച്ചയായും കാര്യം, ലൈസ മിൻ ഷൈഇൻ, ഒരു കാര്യവും ഇനി ബാക്കിയില്ല. എങ്ങനത്തെ കാര്യം? യുഖർരിബുകും മിനൽ ജന്നതി, നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും, വയുബഇദുകും മിനന്നാരി, നരകത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്നതുമായ ഒരു കാര്യവും ബാക്കിയില്ല. ഇല്ലാ ഖദ് അമർതുകും ബി, അത് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടില്ലാതെ. എന്തേ പറഞ്ഞേ? അറബി ഭാഷയുടെ ഒരു ശൈലിയാണത്. എന്താണ് ആ ശൈലി? സ്വർഗത്തിലേക്ക് പോകാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നാണോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്, അതല്ലാതെ സ്വർഗത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന ഒരു കാര്യവും വേറെ ഇല്ലട്ടോ. നരകത്തിൽ നിന്ന് അകലാൻ, നരകത്തിൽ പോകാതിരിക്കാൻ എന്തൊക്കെ സൂക്ഷിക്കണമെന്നാണോ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ആ നരകത്തിൽ നിന്ന് സൂക്ഷിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. വലൈസ ശൈഉൻ യുഖർരിബുകും മിനന്നാരി വയുബഇദുകും മിനൽ ജന്നതി ഇല്ലാ ഖദ് നഹൈതുകും അൻഹു, നിങ്ങളെ സ്വർഗത്തിൽ നിന്ന് അകറ്റുന്ന, നരകത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ ചെയ്യരുത് എന്ന് ഞാൻ നിങ്ങളോട് പറയാതെ ഒരു കാര്യവും വിട്ടുപോയിട്ടില്ല. സംഗതി കൃത്യ. എനിക്ക് സ്വർഗത്ത് പോകണം, എനിക്ക് സ്വർഗത്ത് പോകണം, എനിക്ക് നരകത്ത് പോണ ഇഷ്ടമല്ല, എനിക്ക് നരകത്ത് പോണ പേടിയാ. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ മുഹമ്മദുർ റസൂലുള്ളാഹിൽ ഉറച്ചു നിൽക്കണം എന്ന് പറഞ്ഞാൽ സ്വർഗം അല്ലാഹുവിൻ്റെതാണ്.
ആ സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകൾക്കുണ്ടായിരിക്കേണ്ട ക്വാളിറ്റി, അവർക്കുണ്ടായിരിക്കേണ്ട ഗുണവിശേഷങ്ങൾ അത് അള്ളാഹുവാണ് നിശ്ചയിച്ചത്. ആ അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിച്ചു കൊടുത്തു, പ്രവാചകരെ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്താൽ സ്വർഗത്തിൽ പോകാം. അല്ലാതെ ഇപ്പൊ നോക്കിങ്ങള്, നമസ്കാരത്തിൽ നമ്മൾ അത്തഹിയാത്തിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇരിക്കുമ്പോൾ നമ്മുടെ വലതു കൈ നമ്മുടെ കാൽമുട്ടുകളിൽ വെച്ച് നമ്മുടെ വലതു കൈയിന്റെ ചൂണ്ടുവിരൽ ചൂണ്ടിപ്പിടിക്കണം. എന്തിനാണ് ഈ ചൂണ്ടുവിരൽ ചൂണ്ടിപ്പിടിക്കണമെന്ന് 1000 കൊല്ലം തപസ്സിരുന്ന് നമ്മൾ ഗവേഷണം നടത്തിയ ഉത്തരം കിട്ടുമോ? എന്തിനാണ് ആ വിരൽ ചൂണ്ടണത്? പക്ഷെ ഞാനും നിങ്ങളും ചൂണ്ടുന്നുണ്ടല്ലോ, ഇതുവരെ നമുക്കൊരു സംശയം തോന്നിയിട്ടില്ലല്ലോ, എന്തുകൊണ്ടാണ് നമ്മൾ ചൂണ്ടണത്? അങ്ങനെ ആ വിരൽ ചൂണ്ടുന്നത് എനിക്ക് സ്വർഗത്തിലെത്താനുള്ള ഒരു കാരണമാണെന്ന് എൻ്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഹജ്ജിന് പോയിട്ടില്ലേ? ഹജ്ജിന് പോയ ആൾക്കാരല്ലേ കൂട്ടത്തിൽ? ഹജ്ജിന് പോകുമ്പോൾ നമ്മൾ ദുൽഹജ്ജ് 10-ന്റെ അന്ന് 11-നും 12-നും 13-നും നമ്മൾ ജംറകളിൽ കല്ലെറിയാറില്ലേ? ചില ആൾക്കാർ പറയും പിശാച്ചിനെ എറിയാണ്. പിശാച്ച് അത്ര പൊട്ടണമെന്നല്ല, ആ 3 ദിവസം ആ ഏറക്കപ്പാടെ കൊള്ളാൻ വേണ്ടി അയിമങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കാൻ. നമ്മൾ പിശാച്ചിനെ എറിയല്ല, അള്ളാഹു നമ്മളോട് പറഞ്ഞതാ നിങ്ങൾ എറിയണം. എന്തുകൊണ്ടാണ് എറിയേണ്ടി അറിയോ? കടലമണിയോളം വലിപ്പമുള്ള കല്ലുകൾ കൊണ്ട് ഉറക്കം എങ്ങനെ എറിയല്ല, ഇങ്ങനെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. എന്തിനാണ് ഏറ്? നിങ്ങൾ 1000 കൊല്ലം ഗവേഷണം നടത്തി, എന്തിനാണ് ഏറ്? ഒരൊറ്റ ഉത്തരേ ഉള്ളൂ, അങ്ങനെ എറിയണമെന്ന് അള്ളാഹു കൽപ്പിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഹജറുൽ അസ്വദിനെ ചുംബിക്കാൻ വേണ്ടി എന്താ തിരക്കില് ഹറമ് പോയ ആൾക്കാർക്ക് അറിയില്ലേ? മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹജറുൽ അസ്വദിന്റെ മുമ്പിൽ എന്ന് പറഞ്ഞ്, കല്ല്, നീ ഒരു വെറും കല്ലാണെന്ന് എനിക്കറിയാം, നമുക്ക് ഗുണം ചെയ്യാനോ നമുക്ക് ദോഷം ചെയ്യാനോ സാധിക്കുന്ന ശക്തിയുള്ള ഒരു കല്ലല്ലത്, നീ ഒരു വെറും കല്ലാണെന്ന് എനിക്കറിയാം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ ചുംബിക്കുമായിരുന്നില്ല. എന്തുകൊണ്ടാ ഹജറുൽ അസ്വദിനെ ചുംബിക്കുന്നത്? അതിന്റെ കാരണങ്ങൾ തേടാൻ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിലേക്ക് എത്താൻ കാരണമാകുന്ന ഒരു സൽക്കർമ്മമാണെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ മുത്തണേ അല്ലേ? അതെ. അപ്പൊ മുഹമ്മദുർ റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ അത് കേവലം നാവ് കൊണ്ട് പറയേണ്ട, മാപ്പിളപ്പാട്ടിന്റെ കൂടെ പാടേണ്ട, കുട്ടിനെ തൊട്ടിലുറക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഈണത്ത് ചെല്ലാനുള്ള പാട്ടല്ല. അത് ജീവിതത്തിന്റെ ഒരു പ്രഖ്യാപനമാണ്. സ്വർഗം ആഗ്രഹിക്കുന്ന, നരകത്തെ ഭയപ്പെടുന്ന ഞാൻ അതിനുള്ള മാർഗം എൻ്റെ പ്രിയപ്പെട്ട റസൂലിനെ അനുധാവനം ചെയ്യലാണ്. അതാണ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ജീവിതത്തിൽ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ഉണ്ടാവണമെങ്കിൽ അയാള് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിഞ്ഞിരിക്കണം. പ്രവാചകനെ പഠിക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ളൊരു കാര്യമൊന്നല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചത് ചരിത്രം രേഖപ്പെടുത്താത്ത ഏതെങ്കിലും കാലത്തല്ല. പ്രവാചകൻ ജീവിച്ചത് ചരിത്രത്തിന്റെ വെളിച്ചത്തിലാണ്. ലോകത്തിലെ ഒട്ടുമിക്ക ചരിത്ര ഗ്രന്ഥങ്ങളിലും പ്രവാചകന്റെ ജീവിതമുണ്ട്. നിങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന, +2നോ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന ലോക ചരിത്രത്തിന്റെ പുസ്തകങ്ങളിൽ നിങ്ങൾ വായിക്കുക. അതിൽ പ്രവാചകന്റെ ചരിത്രമുണ്ട്. യേശു ക്രിസ്തുവിന്റെ ചരിത്രം ചരിത്രത്തിന്റെ ഭാഗമായിട്ട് എഴുതി വെച്ചിട്ടില്ല. ഒരൈതിഹ്യം പോലെ പറയുന്നുണ്ടാവാം. വേറെയും ചില പുണ്യപുരുഷന്മാരുടെ ചരിത്രങ്ങൾ ഒരൈതിഹ്യം പോലെ പറയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഐതിഹ്യമല്ല, അത് സങ്കല്പമല്ല, അത് ചരിത്രത്തിന്റെ മുമ്പിലുണ്ട്. കൃത്യമായിട്ട് പ്രവാചകന്റെ ജീവിതം, പ്രവാചകന്റെ പ്രവർത്തനം അത് ചരിത്രത്തിന്റെ മുമ്പിൽ സുതാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ ചരിത്രം പഠിക്കൽ അത്ര പ്രയാസമുള്ള കാര്യമല്ല. നമുക്കൊരു മനസ്സുണ്ടായാൽ മതി, നമുക്കൊരു താല്പര്യം ഉണ്ടായാൽ മതി. പ്രവാചകന്റെ ചരിത്രം പഠിക്കാൻ ഒട്ടനേകം പുസ്തകങ്ങൾ, സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒട്ടനേകം സംവിധാനങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട ഹബീബിനെ പഠിക്കാൻ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് എൻ്റെ സംസാരത്തിൻ്റെ 2ാമത്തെ ഭാഗമായി എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ പഠിക്കണം. പ്രവാചകനെ പഠിക്കണം. പ്രവാചകന്റെ ജീവിതം ചില ആളുകൾ പറയാം പ്രവാചകൻ ഇഷ്ടം പോലെ പെണ്ണ് കെട്ടി, പ്രവാചകൻ ഒരു എന്താ പറയാ, ഒരു കാമഭ്രാന്തനാണ്.
പെണ്ണ് കെട്ടിയിട്ട് അങ്ങനെ കണക്കില്ലാതെ പെണ്ണ് കെട്ടി പെണ്ണുങ്ങളോടൊപ്പം ജീവിച്ച എന്തൊക്കെയോ രോഗത്തിൻ്റെ പേരൊക്കെ പറഞ്ഞ് ആ രോഗമുള്ള ആളാണ് പ്രവാചകൻ എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ നമ്മുടെ മക്കളൊക്കെ ചിലപ്പോൾ പെട്ടുപോകുകയും. ശരിയെന്നല്ലേ? 9, 10, 11 എത്ര പേർ കേൾക്കണ്? എന്താ ഇപ്പം എങ്ങനെ? നിങ്ങളവർക്ക് പറഞ്ഞു കൊടുക്കണം. പ്രവാചകന്റെ ഒരു കല്യാണത്തെക്കുറിച്ച് ഞാൻ പറയട്ടെ, സഹോദരിമാരൊക്കെ കേൾക്കണം കേട്ടോ. വല്ലാത്ത ഒരു ആത്മനിർവൃതിയുടെ കഥയാണത്. നിങ്ങൾ ഉമ്മു സലമയുടെ കഥ വായിച്ചിട്ടുണ്ട്? അബൂ സലമയുടെ, ഉമ്മു സലമയുടെ കഥ. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് ഇസ്ലാം മതം സ്വീകരിച്ച കുടുംബാണ് അബൂ സലമയും ഭാര്യ ഉമ്മു സലമയും. ആ സലമ കുട്ടി ക്രൂരമായ മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നപ്പോൾ മക്ക വിട്ട് മദീനയിലേക്ക് ഹിജ്റ പോകേണ്ടി വന്നവർക്ക് ഒരു പാവം കുടുംബം. അബൂ സലമ സാധുവാണ്, സൽ സ്വഭാവത്തിൻ്റെ ആൾ രൂപമാണ്, ഒരു സാധു മനുഷ്യനാ, ഒരാൾക്കും ഒരു ഉപദ്രവമില്ലാത്ത മനുഷ്യനാ. എന്നിട്ടും മുസ്ലിം ആയതിൻ്റെ പേരിൽ ഈ കുടുംബത്തെ അവർ വേട്ടയാടി. ഇവർ തീരുമാനിച്ച് നമുക്ക് നാട് വിട്ടു പോവുക. വലിയ വളവൊന്നും ഇല്ലാത്തതുകൊണ്ട് രാത്രി തന്നെ ഒരു കഴുതപ്പുറത്ത് ഉമ്മു സലമനെയും കുട്ടിനെയും ഇരുത്തി അബൂ സലമ കയറും പിടിച്ച് പോവുക. പക്ഷേ മക്കയുടെ അതിർത്തി വിടും മുമ്പേ ശത്രുക്കൾ ഇവരെ കണ്ടെത്തി. മദീനയിലേക്ക് പോകുന്നവരെ തടയാൻ വേണ്ടി കാത്തിരിക്കുന്ന ശത്രുവിൻ്റെ മുമ്പിലേക്ക് മൂന്നാളും എത്തിയത്. എങ്ങോട്ടാ പോണേ? ഞങ്ങൾ മദീനത്തേക്ക് പോവാ. എന്തിനാ പോണേ? ഞങ്ങൾക്ക് മുസ്ലിമായിട്ട് ജീവിക്കണം. പറ്റൂല, വിടൂല. ഉമ്മു സലമയുടെ കുടുംബക്കാർ പറഞ്ഞേ, ഇത് ഞങ്ങളെ പെൺകുട്ടിയാണ്, ഞങ്ങളെ പെൺകുട്ടിയെ ഞങ്ങൾ വേറെ നാട്ടിലേക്ക് വിട്ടുതരൂല. അവർ ഉമ്മു സലമയെ പിടിച്ചു വെച്ചു. അബൂ സലമന്റെ കുടുംബം പറഞ്ഞു, ഇജ്ജന്റെ പണിയൊക്കെ പോയി കന്നേക്ക് വേണ്ട പറഞ്ഞു. അബൂ സലമനെ അവർ വിട്ട്. പക്ഷേ അവരുടെ കുട്ടി ഉണ്ടല്ലോ, ആ കുട്ടിയെ ഈ കുടുംബക്കാർ പിടിച്ചു വെച്ച്, ഈ കുട്ടി ഞങ്ങളെ കുട്ടിയെ തരൂല പറഞ്ഞു. ഓക്കെ, നിങ്ങൾ അതുവരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഒരു കുടുംബം 3 കഷ്ണായി. ബാപ്പ കരഞ്ഞുകൊണ്ട് മദീനത്തേക്ക്, ഉമ്മാനെ പിടിച്ചിട്ട് ഉമ്മാന്റെ കുടുംബക്കാർ ഓല വീട്ടിക്ക്. ഈ ചെറിയ കുട്ടിക്ക് വേണ്ടി പിടിവലിയായി. ആ കുട്ടിൻ്റെ കൈ പൊട്ടിപ്പോയി. കൈ പൊട്ടിയ സങ്കടത്തിൽ ആ കുട്ടി ആർത്ത് കരഞ്ഞ്. പക്ഷേ ഉമ്മക്കോ ബാപ്പാക്കോ കൊടുക്കാതെ ആ കുട്ടിനെയും കൊണ്ട് ഓലും പോയി. എന്താണ് ആ സംഭവം എന്ന് ആലോചിച്ചാൽ ആ സങ്കടല്ലേ. ഉമ്മ കരഞ്ഞുകൊണ്ട് വേറൊരു വൈക്ക്, ബാപ്പ കരഞ്ഞുകൊണ്ട് വേറൊരു വൈക്ക്, ഈ കുട്ടി വേദന കൊണ്ട് കരഞ്ഞുകൊണ്ട് വേറൊരു വൈക്കും. സങ്കടല്ലേ? സങ്കടാണ്. പിറ്റേ ദിവസം മുതൽ നമ്മുടെ ഉമ്മു സലമ ഈ 3 ആളുകളെയും വേർപ്പെടുത്തിയ സ്ഥലം ഉണ്ടല്ലോ, അവിടെ വന്നിരിക്കും. വൈകുന്നേരം വരെ കരഞ്ഞ് 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 അള്ളാനോട് പ്രാർത്ഥിച്ച് അവിടെ അങ്ങനെ ഇരിക്കും. ഒരു കൊല്ലത്തോളം ഇരുന്നു എന്നാ. തൻ്റെ ഭർത്താവിനോട്, തൻ്റെ മകനോടും തൻ്റെ ദീനിനോടുമുള്ള അവരുടെ വല്ലാത്ത സ്നേഹം. ഈ കാഴ്ച കാണുന്ന ആ നാട്ടിലെ പ്രധാനിയായ ഒരാള് ഈ പ്രശ്നത്തിൽ ഇടപെട്ടു. ഒരു പെണ്ണിനെ ഇങ്ങനെ ഇടങ്ങേറാക്കാൻ പാടുണ്ടോ? എത്ര കണ്ട ഇടങ്ങേറാക്കുക? അവസാനം അവരവളെ വിടാൻ തീരുമാനിച്ചു. ഇജ്ജ് പോയിക്കോറഞ്ഞു. പിന്നെ ഈ മനുഷ്യൻ ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയ അബൂ സലമയുടെ കുടുംബത്തിൽ ചെന്ന് പറഞ്ഞു, ഈ ചെറിയ കുട്ടിയെ നിങ്ങൾ വേദനിപ്പിക്കരുത്, അതിൻ്റെ മാതാപിതാക്കൾക്ക് വിട്ടുകൊടുക്കുകയും. അതും നടന്നു. സങ്കടത്തിൻ്റെ ഇന്നലകളിൽ നിന്ന് സന്തോഷത്തിൻ്റെ ഇന്നിലേക്ക് ജീവിതം പറിച്ചു നട്ടു. കുടുംബം മദീനത്തെത്തി. പക്ഷേ കുറഞ്ഞ കാലം കൊണ്ട് അബൂ സലമ രോഗിയായി. അബൂ സലമ രോഗിയായപ്പോൾ സങ്കടമായി. പാവം പെണ്ണ്, കുട്ടികൾ എന്താ കാട്ട, ഇടങ്ങേറാവൂലേ? മാത്രമല്ല ഭാര്യയുടെ സങ്കടം അബൂ സലമയെ വല്ലാതെ അസ്വസ്ഥനാക്കി. ഒരു ദിവസം അബൂ സലമ പറഞ്ഞു, അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, ജീവിതത്തിൽ എന്തെങ്കിലും അത്യാഹിതങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. അതോടൊപ്പം തന്നെ അല്ലാഹുവേ, ഈ വിപത്തിൽ നീ മാത്രമേ എനിക്ക് തുണയുള്ളൂ എന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. അതോടൊപ്പം അല്ലാഹുവേ, ഈ പരീക്ഷണത്തിൽ ഇതിനേക്കാൾ ഹൈറായത് നീ എനിക്ക് തിരിച്ചു തരണേ എന്ന് നീ പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് അല്ലാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. പരീക്ഷണത്തിലേ നമ്മളെ ആൾക്കാർ ചിലപ്പോൾ ചോദിക്കലുണ്ട്, നമ്മുടെ നാട്ടിൽ മുസ്ലിം അല്ലാത്ത ഒരാൾ മരിച്ചാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലാൻ പാടുണ്ടോ? നമ്മളൊക്കെ വിശ്വസിച്ച് വെച്ച എന്താ നിങ്ങൾ ഇന്നാ ലില്ലാഹി ചൊല്ലേണ്ടത് എപ്പോഴാ? ഇപ്പം ഞാനിങ്ങനെ ഫോൺ എടുത്തുകാണ്ട് ഒരു വാർത്താനം കേട്ടപ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലിയാൽ എൻ്റെ ബാക്കത്തെ ആൾ ചോദിക്കും, ആരാ മരിച്ച്? ഇന്നാ ലില്ലാഹി മരിച്ചു കൊടുത്ത് ചെല്ലേണ്ടിയല്ല ആണോ? അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ, ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മുസീബത്ത്, ഒരു പരീക്ഷണം, ഒരു ദുരന്തം, അത് മരണമാവാം, അത് തീപിടുത്തമാവാം, തകർച്ചയാവാം, വാർത്തകളാവാം, സങ്കടങ്ങളാവാം, പ്രയാസങ്ങളാവാം, എന്താവാം, എന്ത് സംഭവിച്ചാലും ഖാലൂ, അവർ പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലേ? അപ്പം പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക. പിന്നെ പ്രാർത്ഥിക്കണം, പടച്ചോനെ
ഈ ദുരന്തത്തിൽ എനിക്ക് ഈ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ പ്രാർത്ഥിക്കണം, പടച്ചോനെ ഈ ദുരന്തത്തിൽ എനിക്ക് നഷ്ടമായതെന്തോ അതിനേക്കാൾ ഹൈറായത് നീ എനിക്ക് തരണം കേട്ടോ. അത് സമാധാനിപ്പിക്കാൻ വേണ്ടി തൻ്റെ ഭാര്യയെ പഠിപ്പിച്ചു. ആര്? അബൂസലമ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അബൂസലമ മരിച്ചു. അബൂസലമ മരിച്ചപ്പോൾ ഉമ്മുസലമക്ക് സങ്കടമായി. തൻ്റെ എല്ലാമായ ഭർത്താവ് പോയത്. പ്രാർത്ഥിച്ചു, ഇന്നാലില്ലായി പ്രാർത്ഥിച്ചു, പടച്ചോനെ നീ മാത്രമുള്ളൂ തൊണാന്ന് പ്രാർത്ഥിച്ചു. പിന്നെ പ്രാർത്ഥിച്ചപ്പോൾ ഒരു വിറക്കല്. അബൂസലമയേക്കാൾ നല്ല ആരെങ്കിലും ഈ ലോകത്തുണ്ടോ? അബൂസലമയേക്കാൾ മികച്ച ആരെങ്കിലും ഈ മദീനത്തുണ്ടോ? പിന്നെ എന്തിനാ ഇപ്പം ഞാനത് പ്രാർത്ഥിക്കുന്നത്? പിന്നെ അവർക്ക് തോന്നി റസൂലുള്ള പ്രാർത്ഥിക്കാൻ പറഞ്ഞതല്ലേ, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാം. അവർ പ്രാർത്ഥിച്ചു. പാപം ഉമ്മുസലമി കുട്ടിയും വലിയ പ്രയാസത്തിലേനി. പല ആൾക്കാരും കല്യാണം അന്വേഷിച്ച് വന്നു. ഉമ്മുസലമക്ക് സമ്മതിച്ചില്ല, വേണ്ടാറിഞ്ഞു. അവസാനം ഉമ്മുസലമയെ കല്യാണം ആലോചിച്ച് വന്ന ആരാരങ്ങൾ? സാക്ഷാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഉമ്മുസലമ ആദ്യം എതിർത്തു, വേണ്ട. കാരണം 3 കാരണം പറഞ്ഞേ. 1, എനിക്ക് ഭയങ്കര ദേഷ്യമാണ്, ഒരു പ്രവാചകൻ്റെ ഭാര്യ ആയിരിക്കാൻ എൻ്റെ സ്വഭാവം പറ്റൂല. 2, വയസ്സായിട്ടുണ്ട്, പ്രായത്തിൻ്റെ പരിധി വിട്ടിട്ടുണ്ട്, ഒരു ഭർത്താവിൻ്റെ ഭാര്യ ആയിരിക്കാൻ പറ്റിയ പ്രായമല്ല. 3-മത്തേത്, എനിക്ക് അബൂസലമയുടെ മക്കളുണ്ട്, എനിക്ക് അവരെ നോക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മുസലമ വയസ്സ് നിനക്ക് മാത്രമല്ല എനിക്കുമായിട്ടുണ്ട്, വയസ്സ് വിട്ടടാ, 2 വയസ്സായിക്കണ്. അബൂസലമയേക്കാൾ പ്രായമുണ്ട് എനിക്ക്. പിന്നെ ദേഷ്യം, അത് പൈശാചികാണ്, അത് മാറാൻ വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കാം. പിന്നെ അബൂസലമൻ്റെ മക്കൾ ഇന്ത്യയും കൂടി മക്കളാ, ഓരോ ഞാനും നോക്കും, അതുകൊണ്ട് നമുക്ക് കല്യാണം നടക്കട്ടെ. ഏതാണ് ആ പ്രായം എന്നറിയങ്ങൾ? എന്നിട്ടും നമ്മളെ ആൾക്കാർ പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിച്ചത് കാമാണ്, തേങ്ങയാണ്, ഒലക്കയാണ് അല്ലേ? ചരിത്രങ്ങൾ പഠിക്കണം, ചരിത്രത്തിൻ്റെ നിജസ്ഥിതി പഠിക്കണം. ആ ചരിത്രത്തിൻ്റെ നിജസ്ഥിതി പഠിക്കുമ്പോഴാണ് പ്രവാചകന് നേരെ ഉന്നയിക്കുന്ന ഓരോ ആരോപണത്തിൻ്റെയും പൊള്ളത്തരങ്ങൾ നമുക്ക് മനസ്സിലാവുകയും അടുത്ത തലമുറക്കത് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, 2-മത്തെ ഭാഗം പറഞ്ഞ് അവസാനിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ വായിക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ പഠിക്കണം. പ്രവാചകനു നേരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളെ നമ്മൾ കേൾക്കണം, സഹിഷ്ണുതയോടുകൂടി കേൾക്കണം. ആ ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി ഈ ദീനിലുണ്ട്, പ്രവാചകന്റെ ചരിത്രത്തിലുണ്ട്. ഒരാരോപണത്തിന്റെ മുമ്പിലും പകച്ചു പോകേണ്ടതില്ലാത്ത വിധം കൃത്യമായ ചരിത്രത്തിന്റെ വെളിച്ചത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചത്. ഏറ്റവും വലിയ അത്ഭുതം താരങ്ങൾ, ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി ജീവിച്ച 23 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് ഒരിക്കൽ പോലും ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പോലും പ്രവാചകനെതിരെ ആരോപിക്കാത്ത ആരോപണങ്ങളാണ് പ്രവാചകൻ മരിച്ച് 15 നൂറ്റാണ്ട് കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്നും ഇന്നലെയൊക്കെയായിട്ട് ഇങ്ങനെ പുതിയതായിട്ട് വരുന്നേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് 9 വയസ്സുള്ള ആയിഷ ബീവിയെ കല്യാണം കഴിച്ചത് അന്നൊരു ആരോപണേ ആയില്ല. എന്താ കാരണം എന്നറിയോ? ആ പ്രായത്തിലുള്ള പെൺകുട്ടികളെ കല്യാണം കഴിക്കൽ അറേബ്യൻ സംസ്കാരത്തിന്റെ ഒരു ഭാഗമായിരുന്നു. ആയിഷ ബീവിയെ പലരും കല്യാണം ആലോചിച്ച് വന്നിരുന്നു, ചരിത്രം വായിച്ചു നോക്കി. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയിഷ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് പ്രായവ്യത്യാസമുണ്ടെങ്കിലും അത് അറേബ്യയിൽ അന്നത്തെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അതൊരു തെറ്റായിട്ട്, അതൊരു മോശമായിട്ട് ആ കാലഘട്ടത്തിലെ ഇസ്ലാമിന്റെ ശത്രുവായ അബൂജഹലെങ്കിലും പറഞ്ഞോ പ്രവാചകൻ ഒരു കുട്ടിയെ കല്യാണം കഴിച്ചു? ഇല്ലല്ലോ. അത് അന്നത്തെ എൻ്റെ വാപ്പൻ്റെ അമ്മാനെ കല്യാണം കഴിക്കുമ്പോൾ 13 വയസ്സത്രേ. എൻ്റെ വാപ്പൻ്റെ അമ്മാനെ കല്യാണം 13 വയസ്സാണ്. എൻ്റെ പെങ്ങൾ പിറക്കുമ്പോൾ എൻ്റെ അമ്മക്ക് 14 വയസ്സാ. അതിപ്പോൾ ഇന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ്, ജയിലാവും. പക്ഷെ അന്നെന്തേ ആകാഞ്ഞ്? അത് അന്നത്തെ സാഹചര്യം, സംസ്കാരം അങ്ങനെയാണ്. അന്നതെടുത്തുകാണ്ട് എൻ്റെ വാപ്പ അടച്ച് 13-ാം വയസ്സിൽ പെണ്ണിട്ടനല്ലേന്ന് ഇന്നിൻ്റെ പാപ്പ ചീത്തറിയാൻ നിന്നാൽ ആ ചീത്തക്ക് എന്ത് പ്രസക്തിയുള്ളത്? അത് അന്നത് സംസ്കാരത്തിൻ്റെ, ജീവിതത്തിൻ്റെ, സാമൂഹ്യ ജീവിതക്രമത്തിൻ്റെ ഭാഗം. ഗാന്ധിജി കസ്തൂർബയെ കല്യാണം കഴിച്ച ഏതാ പ്രായം? എന്നിട്ട് എന്തേ ഗാന്ധിജിക്കെതിരെ ആരും മറ്റേ ശൈശവ വിവാഹത്തിന് കേസ് കൊടുക്കാഞ്ഞ്? അത് ആ കാലഘട്ടത്തിൻ്റെ സാമൂഹ്യ ക്രമം അങ്ങനെയാണ്. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആരോപിക്കുന്ന ഏതൊരാരോപണവും ആ കാലഘട്ടത്തിൻ്റെ സാമൂഹ്യ ക്രമവുമായി നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ അതിൻ്റെ കാര്യത്തിൻ്റെ കൃത്യത നമുക്ക് മനസ്സിലാവും.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എൻ്റെ സമയത്തിൽ എനിക്ക് കുറവ് 9 മണിക്ക് എനിക്ക് നിർത്തിയേ പറ്റൂ. അതുകൊണ്ട് ഇതൊരു ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞാ തീരൂല. അങ്ങനെ പോകും. അത്ര സുന്ദരമാണ് ആ പ്രവാചകന്റെ ജീവിതം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. വിശുദ്ധ ഖുർആനിലാണ് പറഞ്ഞേ. അള്ളാഹിന്റെ റസൂൽ പഠിപ്പിക്കുകയാണേ. അള്ളാഹുവിൻ്റെ വാക്കാണത്. എന്താ അർത്ഥം എന്നറിയോ? നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിൽ ഏറ്റവും നല്ല മാതൃക ഉണ്ട്. ആ റസൂലായ ഞാൻ എങ്ങനെ ജീവിച്ചോ അതുപോലെ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങളുടെ ജീവിതം മനോഹരമാകുന്ന റസൂൽ പറയാ. പൊന്നാര സഹോദര സഹോദരി, നമ്മൾക്ക് കുട്ടികളില്ലേ? നമ്മളെ കുട്ടികളോട് ഏതെങ്കിലും ബാപ്പാക്കും ധൈര്യം ഉണ്ടോ? നമ്മളെ കുട്ടിനെ വിളിച്ചടാ മോനെ, ഇതാ ജിന്നെ കണ്ട് പഠിച്ചോ, ഞാൻ ജീവിക്കണ പോലെ പഠിച്ചോ, ഞാൻ ചെയ്യണ പോലെ ചെയ്തോ എന്ന് അവനാൻ്റെ മക്കളോട് പറയാൻ ധൈര്യമുള്ള എത്ര ബാപ്പാരുമാരുണ്ട്? ബാപ്പാരുമാരും ആദ്യം ജാമ്യം എടുക്കും. ജിന്നെപ്പോലെ ആകരുതിട്ടോ, അതുകൊണ്ട് എനിക്ക് ഞാൻ അത്രയും പൈസ ചെലവാക്കി എന്നെ പഠിപ്പിക്കണേ, എന്നെ പോലെ ആകരുത് അറിയണേ. നമ്മൾ മോശം നമുക്കറിയാം, അതുകൊണ്ടാ. പക്ഷേ ലോകത്തിലെ കോടിക്കണക്കിന് മനുഷ്യന്മാരോട് പറഞ്ഞ് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അല്ലാഹുവിൻ്റെ റസൂലായ എന്നിൽ നിങ്ങൾക്ക് കൃത്യമായ മാതൃകയുണ്ട് എന്ന് പറയാൻ ഈ ലോകത്താർക്ക്. ഇവിടെ കുറെ മഹാന്മാര് ലോകത്ത് ജീവിച്ചിട്ടുണ്ട്. ലോകത്തിന്റെ ചരിത്രത്തെ ത്രസിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളും സിദ്ധാന്തങ്ങളും അവർ രചിച്ചിട്ടുണ്ട്. പക്ഷേ ആ സിദ്ധാന്തങ്ങളൊക്കെ തിയറികളായിരുന്നു. ആ തിയറികളൊന്നും ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കിയിട്ടിതാ ഞാൻ ചെയ്ത പോലെ ചെയ്തോളൂ എന്ന് പറയാൻ ലോകത്ത് ഒരുപാട് ആളുകളൊന്നും ഉണ്ടായിട്ടില്ല. അവിടെയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിൻ്റെ മുമ്പിൽ അത്ഭുതമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും 1400 കൊല്ലം കഴിഞ്ഞു ആ പ്രവാചകൻ ജനിച്ച് മരിച്ചു പോയിട്ട്. ആ പ്രവാചകന്റെ രൂപം ഈ ലോകത്തില്ല, ആ പ്രവാചകന്റെ ഒരു ചിത്രം ഈ ലോകത്തില്ല. എന്നിട്ടും ഇന്നിപ്പം നേരം പുലർന്ന് ഈ സമയമാകുമ്പോ പ്രവാചകനെ ചീത്ത പറഞ്ഞ ചീത്ത എത്രയാ? എന്തേക്കാരെ പേര് കാരണം? അത്ര ഇപ്പൊ നമ്മളൊന്നും വല്യാപ്പാരെ കുറിച്ച് ഇവിടെ ആരും പറയണില്ലല്ലോ. ഓലൊക്കെ ആൾക്കാർ മറന്നുപോയില്ലേ? പക്ഷെ മുഹമ്മദ് റസൂലുള്ളാഹിയെ കുറിച്ച് ഇന്നും ലോകത്തിന്റെ പല ഭാഗത്ത് നിന്ന് ഈ ആരോപണങ്ങൾ വരുന്നുണ്ടെങ്കിൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നും ഈ ലോകത്ത് സജീവമാണ് എന്നല്ലേ അതിൻ്റെ അർത്ഥം? അതല്ലേ ഇതിൻ്റെ അർത്ഥങ്ങൾ? നോക്കി, ഗാന്ധിജി 948 ഗാന്ധിജി വെടിയേറ്റ് മരിച്ച് അല്ലേ? 48 ഡേറ്റ് മാറിയില്ലല്ലോ, ഇല്ലെന്നെൻ്റെ വിശ്വാസം. ഗാന്ധിജി ജീവിച്ചത് വീഡിയോ ക്യാമറകൾ ഉള്ള കാലത്താണ്. സ്റ്റിൽ ക്യാമറകളുണ്ട്, വീഡിയോ ക്യാമറകൾ ഉള്ള കാലത്താണ് ഗാന്ധിജി ജീവിച്ചത്. ആ ഗാന്ധിജി ആത്മകഥ എഴുതിയിട്ടുണ്ട്. ഗാന്ധിജിയുടെ ചരിത്രം പലരും എഴുതിയിട്ടുണ്ട്. അത് സിനിമ ആയിട്ടുണ്ട്, അത് കഥയായിട്ടുണ്ട്, പല രൂപത്തിൽ നമ്മുടെ മുമ്പിലുണ്ട് ഗാന്ധിജി. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഗാന്ധിജി എങ്ങനെയാ രാത്രി കിടന്നുറങ്ങിനെ? നിങ്ങൾക്കറിയോ ഗാന്ധിജി എങ്ങനെയാ കിടന്നുറങ്ങിനെ? ഉറങ്ങിയിട്ടുണ്ടാവുമല്ലോ, ഉറങ്ങിക്കണ്. എങ്ങനെ ഉറങ്ങിന് നമുക്കറിയണ്ടല്ലോ, നമുക്കത് അറിയണ്ട. പക്ഷേ ഈ ക്യാമറയും ഈ സ്റ്റിൽ മൂവി ക്യാമറകൾ ഒന്നുമില്ലാത്ത കാലം, സ്റ്റേജില്ല, മൈക്കില്ല, കസേരല്ല, ഈ ലൈറ്റില്ല, ഒന്നുമില്ലാത്ത കാലം, ആ കാലത്ത് ഈത്തപ്പന ഓല കൊണ്ട് മേഞ്ഞ വെറും മണല് മാത്രം അടിയിലുള്ള പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒറ്റമുറി വീടുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് ഉറങ്ങിയത് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, നിങ്ങളും പറയും. ഒളുവെടുത്ത് തൻ്റെ വിരിപ്പിലെത്തി ചൊല്ലാനും പറയാനുമുള്ളതൊക്കെ ചൊല്ലിപ്പറഞ്ഞ് വലതുഭാഗത്തേക്കു ചെരിഞ്ഞ് വലത്തെ കൈവെള്ളയിൽ തൻ്റെ വലത്തെ കവിള് ചേർത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് ഉറങ്ങി. എത്ര കൊല്ലം മുമ്പ് നിങ്ങൾ? 1400 ചില്ലാനം കൊല്ലങ്ങൾക്ക് മുമ്പ്. ആരും ഫോട്ടോ എടുത്തിട്ടില്ല. അതിൻ്റെ ഫോട്ടോ സ്റ്റിൽ ഫോട്ടോ ഇല്ല, മൂവികളും ഇല്ല, ആരും ചിത്രം വരച്ചു വെച്ചിട്ടില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ ഉറങ്ങി എന്ന് ചോദിച്ചാൽ റസൂലുള്ള ഉറങ്ങിയ രൂപം ഇതാണെന്ന് ഈ ലോകത്തിനോട് പറയാൻ അത് ലോകത്ത് നിലനിൽക്കുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്. ഉറക്ക് മാത്രല്ല, എന്തും പ്രവാചക ജീവിതത്തിൽ നിന്ന് നമ്മൾ പിൻപറ്റേണ്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ഈ ലോകത്ത് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന രൂപത്തിൽ പച്ചയായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഇനിയൊരു പ്രവാചകൻ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞ്. അവൻ നമുക്ക് തോന്നുവേ ഖുർആൻ എന്ന് പറഞ്ഞാൽ
അതിങ്ങനെ ഗ്രന്ഥമായിട്ട് ഒരു പുസ്തകമായിട്ട് ലോകത്തുണ്ട്. അതുകൊണ്ട് അവസാന കാലം വരെ ഈ ഖുർആൻ തന്നെ മതി. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നത് ലോകത്തിൻ്റെ അവസാനം വരെയുള്ള മനുഷ്യർക്കുള്ള പ്രവാചകനാണ്. ആ പ്രവാചകൻ 1500 കൊല്ലം മുമ്പ് മരിച്ചുപോയി. അപ്പൊ ശേഷം ജനിച്ച ജീവിക്കുന്ന ആളുകൾ ആരെയാണ് മാതൃകയാക്കുക? അവർ പ്രവാചകനെ കണ്ടിട്ടില്ലല്ലോ, അവർക്ക് മുമ്പിൽ പ്രവാചകൻ ഇല്ലല്ലോ, പിന്നെ എങ്ങനെ അവർ പ്രവാചകനെ മാതൃകയാക്കും? അതിൻ്റെ മറുപടി അത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടു, പക്ഷേ പ്രവാചകന്റെ ചര്യയെ ഈ ലോകത്ത് നിലനിർത്തി. ഈ ലോകത്തോട് യാത്ര ചോദിക്കും മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തിനോട് പറഞ്ഞു. എന്താ പറഞ്ഞറിയോ? ഇതാ 2 കാര്യങ്ങൾ ഈ ലോകത്ത് വിട്ടു തന്നുകൊണ്ടാണ് ഞാൻ പോകുന്നത്. തറക്തു ഫീക്കും അംറൈൻ. കേൾക്കണം കേട്ടോ സഹോദരി സഹോദരന്മാരെ, നമ്മളൊക്കെ വെറുതെ വർത്താനം പറഞ്ഞാൽ പോരാ, കാര്യത്തിന്റെ കാതലിലേക്ക് കിടക്കണം. തറക്തു ഫീക്കും അംറൈൻ, 2 കാര്യങ്ങൾ നിങ്ങളിൽ വിട്ടുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ, അത് 2ഉം നിങ്ങൾ മുറുകെ പിടിക്കുന്നിടത്തോളം കാലം നിങ്ങൾ വഴിപിഴച്ചു പോവില്ല, അല്ലെങ്കിൽ പിഴക്കും. പുതിയ കാലഘട്ടം മനുഷ്യനെ പിഴപ്പിക്കുവാൻ ഏറെ 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 നല്ല കാലഘട്ട. എന്താപ്പോ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളൊക്കെ ജീവിതത്തിലൊരു സ്വപ്നം പോലെ കാണുന്നതാണ് നമ്മുടെ നാട്ടിലെ സിനിമാ വാണിജ്യരംഗലെ. എന്തായാലും കോടികളല്ല വരുമാനം. ആ സിനിമയിലൊന്ന് മുഖം കാണിക്കാൻ ആ സിനിമാ പോസ്റ്ററിൻ്റെ സൈഡിലെങ്കിലും തൻ്റെ, ഞങ്ങളൊരിക്കൽ കോഴിക്കോട് കടപ്പുറത്ത് പോയപ്പോഴേ അവിടെ ഒരു സിനിമൻ്റെ പ്രദർശനം നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ആൾക്കാർ ഇങ്ങനെ തിരക്കുക, സിനിമൻ്റെ ചിത്രീകരണം. അപ്പോൾ ആ ചിത്രീകരണത്തിൽ പെടാൻ വേണ്ടി എന്നിട്ട് ആ സിനിമ ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ചില ആൾക്കാർ ആ സിനിമക്ക് ഫസ്റ്റ് ടിക്കറ്റ് എടുത്തു. എന്താ അറിയോ ഒരു പറഞ്ഞേ? അതിൻ്റെ ചിത്രീകരണം എന്നപ്പോഴേ ഇന്ന നടൻ്റെ ഇന്ന രംഗം ചിത്രീകരിച്ചപ്പോൾ അതിൻ്റെ സൈഡിൽ ഞാൻ ഉണ്ടായിനി, ഞാൻ സിനിമയിൽ ഇന്ന കാണുന്നുണ്ടോ അറിയാൻ വേണ്ടി പോയതാണ്. ചെന്ന് നോക്കുമ്പോൾ അതൊക്കെ വെട്ടിക്കണ്, നിന്നോടത്തൊക്കെ വേറെ ചില ആൾക്കാരുടെ തലയുള്ളത്. അത്ര ആഗ്രഹം നമ്മുടെ ആൾക്കാർക്ക്. പക്ഷേ ആ സിനിമാ ലോകത്തെക്കുറിച്ച് ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന കഥ എന്താ? ഇന്നലെ വരെ എന്താ പണി? ഞാൻ സിനിമാ സ്റ്റാറാണ്, സിനിമയിൽ ഫിലിം സ്റ്റാറാണ് എന്ന് അഭിമാനത്തോടെ പറഞ്ഞോൻ ഇന്ന് എന്താടാ എനിക്ക് പണി ചോദിച്ചാൽ മെല്ലെ മറച്ചു വെച്ചിട്ട് ഞാൻ ഹോട്ടലിൽ സപ്ലയറാണ് അറിയും. കാരണം സിനിമയിൽ തന്നെ ആൾക്കാരെ നോക്കുക, സിനിമയിലേ ഇല്ലേ? എല്ലാവരും മോശമല്ല, കുറച്ചുണ്ടാവും. ഒരന്വേഷണ കമ്മീഷൻ വെച്ചാൽ ഈ വർത്തമാന കാലത്ത് ഏത് രംഗത്താ ഇതുപോലത്തെ കഥ കിട്ടാതൊക്കെ? സിനിമയിൽ മാത്രമല്ല, കോളേജും സ്കൂളും പള്ളിക്കൂടും ആശുപത്രി, എവിടെ എവിടെ ദേവാലയങ്ങളും മതങ്ങളും എവിടെ കൊണ്ടുപോയിട്ട് ഒരന്വേഷണ കമ്മീഷൻ്റെ ക്യാമറ വെച്ചാൽ ഇത്തരം രംഗങ്ങൾ കിട്ടാത്ത പോട്ടെ, അതല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട സംഗതി, എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? കൃത്യമായ മറുപടി ഉണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൃത്യമായ പാഠങ്ങളെ അവഗണിച്ചതാണത്. ഒരു സ്ത്രീയും പുരുഷനും ഏത് രൂപത്തിലാവാം അവർ തമ്മിലുള്ള ബന്ധം, എത്ര അകലത്തിലാവാം, ഏത് രൂപത്തിലാവാം, എങ്ങനെയാവാം, എവിടെ വെച്ചാവാം, കൃത്യമായ നിയമങ്ങളില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞേ, ഒരാണും ഒരു പെണ്ണും ഒരു സ്ഥലത്ത് ഒറ്റക്കാവാൻ പാടില്ല. ഒറ്റക്കായാൽ അവർക്കിടയിലേക്ക് മൂന്നാമനായിട്ട് പിശാച് കടന്നു വരും. ഒരു പെൺകുട്ടിയുമായി കൗൺസിലിങ്ങിന് വന്ന ഉമ്മ സങ്കടപ്പെട്ടുകൊണ്ടാണ് പറഞ്ഞത്, പെൺകുട്ടിക്ക് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ആ അബദ്ധത്തിൻ്റെ ഉത്തരവാദി ആരാന്നറിയോ? അയൽപ്പക്കത്തെ വീട്ടിലെ അടുത്ത കുടുംബത്തിലെ ഒരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരനാണ് ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യൽ. സാധനം വാങ്ങിക്കൊണ്ടല്ലും ആശുപത്രി കൊണ്ടുപോയാലും വണ്ടി വിളിക്കലും കറണ്ട് ശരിയാക്കലും ഒക്കെ ഓനാ. ആ ഉമ്മ പറഞ്ഞത്, ഞാൻ പെറ്റിട്ടില്ല എന്നേ ഉള്ളൂ, പക്ഷെ എൻ്റെ കുട്ടിയായിട്ടാണ് ഞാൻ ഓനെ കണ്ടത്, ഓൻ ഇപ്പണി ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ല. ആരാ കുറ്റവാളി അറിയോ? ഓനല്ല, ഉമ്മ കുറ്റവാളി. എൻ്റെ നാട്ടുകാരൻ നിലമ്പൂർ എസ് എ ജമീലിൻ്റെ പാട്ടില്ലേ, അവസരമാണ് ആവശ്യത്തിൻ്റെ മാതാവ്. ഞാൻ പാട്ടാടിയാലും പ്രസംഗമാവും, അതുകൊണ്ട് ക്ഷമിക്കും. അതിനിടം കൊടുക്കുന്നവൻ വിഡ്ഢികളുടെ നേതാവ്. അവസരമുണ്ടാക്കി കൊടുത്താൽ തെറ്റ് ചെയ്യാൻ മനുഷ്യൻ പ്രേരിതനാകും. അതുകൊണ്ട് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാതിരിക്കണം എന്നല്ലേ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അവസാനത്തെ ഹജ്ജിൻ്റെ കർമ്മം നിർവഹിക്കുക കേട്ടോ, അവസാനത്തെ ഹജ്ജാ. അതുകൊണ്ട് തന്നെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞു, ഖുദൂ അന്നി മനാസിക്കക്കും,
നിങ്ങൾ ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ ശരിക്കും ഇന്ത്യയൊക്കെ ഒന്ന് പഠിച്ചോളി. അടുത്ത കൊല്ലം ഈ ഹജ്ജ് പഠിപ്പിക്കാൻ ഞങ്ങളൊപ്പം ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാവരും ശരിക്കും ഹജ്ജിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് പഠിച്ചോളിട്ടോന്നാ പറഞ്ഞേ. കണ്ണീരിൻ്റെ ഹജ്ജാണ്, പ്രവാചകൻ യാത്ര ചോദിച്ച ഹജ്ജാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും വലിയ സങ്കടത്തിലാണ്. ആ സങ്കടത്തിൽ പ്രവാചകൻ തൻ്റെ ഒട്ടകപ്പുറത്ത് മിനായിലെ ടെൻറ്റുകൾക്കിടയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുക. ആൾക്കാരുടെ അബദ്ധങ്ങൾ തിരുത്തി, സംശയങ്ങൾക്ക് മറുപടി കൊടുത്ത്, ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്ത് ഒരു കെടിയിൽ കൂടെ റസൂൽ ഇങ്ങനെ നടക്കുക. റസൂലുള്ളാഹിൻ്റെ ഒട്ടകപ്പുറത്ത് പ്രവാചകൻ്റെ തൊട്ടുപിന്നിൽ ഒരു സഹാബി കൂടിയുണ്ട്, ചെറുപ്പക്കാരനായ ഒരു സഹാബി. പ്രവാചകൻ്റെ ദേഹത്തോട് ചേർന്ന് അയാൾ പ്രവാചകൻ്റെ ഒട്ടകപ്പുറത്തിരിക്കുക. ഒരു ഒട്ടകപ്പുറത്ത് രണ്ടാൾ ഇരിക്കുക പറഞ്ഞാൽ ബൈക്കും ഇരിക്കണമായിരിക്കുമല്ല, ഒന്നും കൂടി ഒട്ടിച്ചേർന്നായിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ റസൂലുള്ളാഹിൻ്റെ മുമ്പൊക്കെ ഒരു പെൺകുട്ടി കയറി വന്ന്, ആ പെൺകുട്ടി കയറി വന്നിട്ട് ചോദിച്ചു, റസൂലേ, അവളുടെ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട്, എനിക്ക് എൻ്റെ ഉമ്മാക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പെൺകുട്ടിക്ക് ആ ചോദ്യത്തിൻ്റെ മറുപടി പറഞ്ഞു കൊടുക്കവേ പ്രവാചകൻ ശ്രദ്ധിച്ചു. ആ പെൺകുട്ടിയുടെ കണ്ണുകൾ പ്രവാചകൻ്റെ മുഖത്ത് നിന്ന് പ്രവാചകൻ്റെ പിന്നിലേക്ക് മാറുന്നത് റസൂൽ നോക്കിയപ്പോൾ പിന്നിലുള്ള ഈ ചെറുപ്പക്കാരനായ സ്വഹാബി ഈ പെൺകുട്ടിയുടെ മുഖത്തേക്ക് നോക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ചെറുപ്പക്കാരൻ്റെ തല പിടിച്ചിട്ട് പുറത്തേക്ക് തിരിച്ചു ഇങ്ങോട്ട് നോക്കുകയായിരുന്നു. എന്നിട്ട് ആ പെൺകുട്ടിക്ക് മറുപടി കൊടുത്ത് ആ പെൺകുട്ടിയെ പറഞ്ഞയച്ച റസൂല് ഈ സ്വഹാബിയോട് പറഞ്ഞു, നിങ്ങളുടെ കണ്ണുകൾക്കിടയിൽ ഞാൻ പിശാചിനെ കണ്ടു. നിങ്ങളുടെ കണ്ണുകൾക്കിടയിൽ ഞാൻ പിശാചിനെ കണ്ടു. അതുകൊണ്ടാണ് തിരിച്ച് നമ്മളെപ്പോഴും കണ്ടുക്കണോ? നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് വന്ന് നമ്മുടെ മക്കളുടെ കൂടെ പഠിക്കുന്നവരാണെന്ന് പറഞ്ഞ് ഒരുപക്ഷെ നമ്മളുടെ മക്കളുടെ റൂമിലേക്ക് വരെ കയറി അവർ ഒന്നിച്ചിരുന്ന് സംസാരിച്ച് പിരിയുമ്പോൾ നമ്മളെപ്പോഴും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അത് എപ്പോഴും ഇവിടെ വരുന്ന ആളല്ലേ, നമ്മളെപ്പോഴും കാണുന്ന ആളല്ലേ, എപ്പോഴും കൂട്ടരെ എപ്പോഴും ആയിക്കോട്ടെ. പിശാചിൻ്റെ തന്ത്രങ്ങളുണ്ടല്ലോ, ഭയങ്കര ഭീകരമാണ്. അതുകൊണ്ടാ റസൂല് പറഞ്ഞേ, ഒരാണും പെണ്ണും അന്യനായ ഒരാണും പെണ്ണും ഒറ്റക്കാവരുത്. അത് ഹജ്ജിനാണെങ്കിൽ പോലും. ചില ആൾക്കാരൊക്കെ ഇപ്പോൾ പറയുന്നത് ഹജ്ജിന് പോകുമ്പോൾ അവിടെ അമീർമാർ അങ്ങനെ പീഡനം ഉണ്ടായില്ല. എവിടെ ഉണ്ടാവും? അത് ഹജ്ജിൽ നിന്നോ അല്ലെങ്കിൽ ഇവിടെ മാർക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങാടിയിലൊന്നുമില്ല. മനുഷ്യന്മാരാണോ? ഒറ്റക്കാവാൻ പാടില്ല. അതാണ് മഹ്റമില്ലാതെ ഒരു പെണ്ണൊറ്റക്ക് യാത്ര ചെയ്യരുത്, രാത്രി താമസിക്കരുത്, ഒരാണും പെണ്ണും ഒറ്റക്കാവരുത് എന്നൊക്കെ പറയാനുള്ള കാരണം എന്താ അറിയോ? ഇതാ റസൂൽ അങ്ങനെ പറഞ്ഞു. റസൂൽ അത്ര ഒരു എന്താ പറയാ, ഒരു അത്രയും ഒരു മനസ്സിന് വിശാലമില്ലാത്ത ഒരാണും പെണ്ണും ഒറ്റക്കായ എന്താ അപ്പം അവിടെ നടക്കുക എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ. കണക്കുകളൊക്കെ തെറ്റും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ നമുക്ക് അനുവദിച്ചു പഠിപ്പിച്ചു തന്നത്, എന്താണോ നമുക്ക് നിഷിദ്ധമാക്കിയത്, അതാവണം നമ്മുടെ ജീവിതം. അതിൽ നമുക്ക് തെരഞ്ഞെടുപ്പില്ല. റസൂൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ അങ്ങനെയൊന്നും നോക്കിയപ്പോൾ കാര്യം നടക്കൂല. അതുകൊണ്ട് അതവിടെ കട്ടെ, നമുക്ക് ഇങ്ങനെ ആവാം. ഇപ്പം കല്യാണത്തിനൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മഹർ കൊടുക്കണം പെണ്ണിന്. അത് പെണ്ണിനെ കല്യാണം കഴിച്ച് കൊടുക്കുന്ന പെണ്ണിൻ്റെ ബാപ്പയാണ് ആ മഹർ. പക്ഷേ നമ്മളെ ആൾക്കാർക്ക് തോന്നല് അത് ശരിയല്ല. മറ്റു ചില മതങ്ങളിലൊക്കെ ഈ താലികെട്ടൊക്കെ നടക്കുന്നുണ്ടല്ലോ, അതേപോലെ അങ്ങോട്ട് കെട്ടിക്കൊടുക്കുമ്പോഴേ അതിനൊരു ഭംഗിയുള്ളൂ അല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് പോരാതെ വരിക. വിവാഹങ്ങളൊക്കെ ഏറെ അല്ലേ. ഇന്നിപ്പോൾ എനിക്കൊരു സുഹൃത്ത് അയച്ചു തന്നൊരു കല്യാണം, അവിടെ ബാപ്പിയും ഇമ്മയും പെണ്ണിൻ്റെ ഒക്കെ ഒന്ന് ഇവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവിടെ തന്നെ ഒരു ഗാനമേള നടക്കുന്നുണ്ട്. നമ്മുടെ ഇല്ലുമിനാറ്റി ഭംഗിയായിട്ട് പാടുന്നുണ്ട്. ആ പാടുന്ന പാട്ടിൻ്റെ വരി നിങ്ങളൊന്ന് കേട്ടു നോക്കണ്ടി. ഒരു സാധാരണ ബുദ്ധിയുള്ള മനുഷ്യൻ്റെ മുമ്പിൽ പാടാൻ പറ്റിയ പാട്ടാണ്. എന്നിട്ട് അവനാൻ്റെ മക്കളെ കണ്ണീരോടുകൂടി യാത്ര അയക്കേണ്ട. എന്താ നിങ്ങൾ 10-20 കൊല്ലം ഞാൻ എൻ്റെ പൊന്നുപോലെ എറുമ്പ് പോലും മരിക്കുന്നത് സഹിക്കാതെ എൻ്റെ പെണ്ണുങ്ങളെ, എൻ്റെ പെൺകുട്ടി വളർന്നു വലുതായിട്ടും അവൾ കിടന്നാൽ അവളെ റൂമിലേക്ക് ചെന്ന് ലൈറ്റിട്ട് പുതപ്പൊക്കെ ശരിക്ക് പുതച്ചു കൊടുത്ത് വല്ല കൊതുകൊക്കെ ഉണ്ടെങ്കിൽ ആ കൊതുകിനൊക്കെ കൊന്നിട്ട് എൻ്റെ പെണ്ണുങ്ങൾ കിടക്കാൻ വേണ്ടി റൂമിൽ വരൂ. അങ്ങനെ നോക്കി വളർത്തുന്ന നമ്മുടെ പെൺമക്കളെ ഒരുത്തൻ്റെ കൈക്കാണ് കൊടുക്കുക. ഇന്നലെ വരെ ഓളോടൊരു
കാര്യം ചോദിച്ചാൽ ഉമ്മാനോട് ചോദിക്കട്ടെ, പനോട് ചോദിക്കാട്ടെ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ പിറ്റേന്ന് ഓളോടൊരു കാര്യം പറഞ്ഞാൽ ഞാൻ കാക്കാനോട് ചോദിക്കട്ടെ എന്ന് പറയുന്ന രൂപത്തിലേക്ക് ജീവിതത്തെ തന്നെ പറിച്ചെടുത്താൻ കൊടുക്കണ ആ രംഗത്തെ പോലും ആഭാസകരമായ സംഗതി കൊണ്ട് ചില നിക്കാഹിനൊക്കെ പോയാൽ പേടിയാണ്. ഒരു നിക്കാഹിന് ചെല്ലുമ്പോൾ ഒരു 2 ബോക്സും മൈക്കൊക്കെയാണ് ഒക്കെ അയച്ചു തോന്നുന്നു അതിൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയാണ്. ചില സ്ഥലത്ത് 25,000 വോട്ട്സിൻ്റെ സൗണ്ട് സിസ്റ്റേക്കാരം. അത് കാണുമ്പോൾ പേടിയാണ്. ഉറപ്പാണ് ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വേറെ എന്തോ നടക്കാണ്ട്. ഈ ആയത്തും ഹദീസും ഓതിയ മൈക്കിൻ്റെ തരിപ്പ് മാറും മുമ്പേ ലങ്കിമാറിയും നോളെ 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 എല്ലാവരും നോളേക്കും, വന്നോലും പോണോലൊക്കെ. എന്നിട്ട് അതൊരാഭാസം, അതൊരൈശ്വര്യം, അതൊരാഘോഷം. എന്തല്ലേ റസൂലുള്ള പുറത്ത് ഇവന്റ് മാനേജ്മെന്റുകളുടെ തിരക്കഥയനുസരിച്ച് നമ്മുടെ കല്യാണങ്ങളും ആഘോഷങ്ങളും ഒക്കെ മാറുമ്പോൾ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന വാക്ക് പറയാൻ അവകാശമില്ലാത്തവരായിട്ട് നമ്മൾ മാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആര് എൻ്റെ സുന്നത്തിനെ സ്നേഹിച്ചോ അവൻ എന്നെ സ്നേഹിച്ചു. റസൂലുള്ളാഹിനെ എങ്ങനെ സ്നേഹിക്കുക? വെള്ളക്കടലാസിൽ യാ റസൂലല്ലാഹ് ഐ ലവ് യു എഴുതിങ്ങാണ്ട് മടക്കിയിട്ട് ഇങ്ങനെ മേലേക്ക് വിമാനാക്കി എറിഞ്ഞു കൊടുക്കല. എങ്ങനെ റസൂലുള്ളാഹിനെ സ്നേഹിക്കണ്ടേ? എങ്ങനെയാ സ്നേഹിക്കേണ്ടത് റസൂലുള്ളാഹിനെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ചെന്നില്ലേ? അള്ളാഹ് പറഞ്ഞു കൊടുത്ത പ്രകാരം എങ്ങനെയാ സ്നേഹിക്കേണ്ടത്? ആര് എൻ്റെ സുന്നത്തിനെ സ്നേഹിച്ചോ അവൻ എന്നെ സ്നേഹിച്ചു. പ്രവാചകനെ സ്നേഹിക്കൽ മുദ്രാവാക്യം വിളിച്ചിട്ടല്ല. പ്രവാചകനെ സ്നേഹിച്ചാൽ കുലാവിയോ പായസോ ജാഥ ഉണ്ടാക്കിയിട്ടല്ല. പ്രവാചകനെ സ്നേഹിച്ചാൽ വമ്പിച്ച മധു പരിപാടി ഉണ്ടാക്കിയിട്ടല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, നേരത്തെ ഇത്തിഹാദ് പറഞ്ഞില്ലേ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ കൂടെയുള്ള ഒരു സമയത്തെ സ്നേഹം കൊണ്ട് പറഞ്ഞു, റസൂലേ, എൻ്റെ സ്വന്തം ജീവൻ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങയെ ആണ്. എൻ്റെ റസൂൽ പറഞ്ഞ ഉമറെ ജുഷാറാന്നാ പറഞ്ഞ അല്ല, ഉമറെ നിന്റെ വിശ്വാസം, നിന്റെ ഈമാൻ ഇതുവരെ പൂർണ്ണമായിട്ടില്ല കേട്ടോ. ഉമറിന് ബേജാറായി. എന്ത് റസൂലെ, എന്താ കുറവുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഉമറെ സ്വന്തത്തെക്കാളേറെ അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കണം. അപ്പൊ ഉമർ പറഞ്ഞു, റസൂലെ എങ്കിൽ ഈ നിമിഷം മുതൽ ഞാൻ എന്നെക്കാളേറെ നിങ്ങളെ സ്നേഹിക്കുന്നു. അപ്പൊ റസൂൽ പറഞ്ഞു, അൽ ആൻ യാ ഉമർ, ഉമറെ ഇപ്പോഴാട്ടോ ശരിയായത്. ഇസ്ലാമിൽ ഉമറിന് മാത്രമായിട്ടൊരു നിയമമല്ല കേട്ടോ, ഉമർ ഇബ്നു ഖത്താബിന് മാത്രമായിട്ടൊരു നിയമമല്ല, എനിക്കും ഇങ്ങൾക്കും ആ നിയമം ബാധകമാണ്. ആ നിയമം ഇന്നു മുതൽ എൻ്റെ ജീവനേക്കാളേറെ അള്ളാഹുവിൻ്റെ റസൂലേ അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പ്രവാചകന്റെ മുഖത്ത് നോക്കി മറുപടി കൊടുത്ത ആ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു 10 കൊല്ലം ഇസ്ലാമിക സാമ്രാജ്യം ഭരിച്ചിട്ട് ഏതെങ്കിലും ഒരു കൊല്ലത്തിലെ റബീഉൽ അവൽ മാസത്തിൽ ഒരു 1/2 മീറ്റർ നീളമുള്ള ഒരു ജാഥ പ്രവാചകന്റെ ജന്മദിനത്തിന്റെ ഭാഗമായിട്ട്, 1/2 ഗ്ലാസ് കുലാവി പായസം പ്രവാചകന്റെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായിട്ട്, 1/2 വരി സ്വലാത്ത് പ്രവാചകന്റെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായിട്ട് 10 കൊല്ലം പ്രവാചകനെ സ്വന്തം ജീവനേക്കാളേറെ സ്നേഹിച്ച ഉമർ ഇബ്നു ഖത്താബ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നടപ്പിലാക്കിയോ? നമ്മളെ വി പി സിംഗിലുള്ള സ്നേഹം, വി പി സിംഗ് ആണ് നബിദിനത്തിന് അവധി കൊടുത്ത്. ആ സ്നേഹമെങ്കിലും സഹോദരന്മാരെ, നമ്മളെ പൊന്നാര പ്രവാചകന്റെ ജന്മദിനല്ലേ, അതുകൊണ്ട് ഇതാ ഈ ദിവസം നമ്മുടെ രാജ്യത്ത് പൊതു ഒഴിവായിരിക്കുമെന്ന് പ്രവാചകന്റെ കാലശേഷം പ്രവാചകനെ പോലെ നമ്മൾ ചര്യ പിൻപറ്റേണ്ട ഖുലഫാഉർ റാഷിദുകളിൽ ആരെങ്കിലും അങ്ങനെ ഒരാഘോഷം സംഘടിപ്പിക്കും? അബൂബക്കർ സിദ്ദീഖ് കാരേനി റസൂലുള്ളാഹിനെ എന്തോ ഒരു സ്നേഹിച്ച ആളല്ലേ. പ്രവാചകൻ ഹിജ്റ പോവാ, പ്രവാചകന്റെ തല വെട്ടുന്നവർക്ക് ഒട്ടകം 100 പ്രഖ്യാപിച്ചേ, അപകടം. പക്ഷെ അബൂബക്കർ ചോദിക്കണേ, റസൂലെ ഞാനും പോറ്റങ്ങളൊപ്പോ മരിക്കുന്ന ഉറപ്പായിട്ടാണ് ചോദ്യം. അപ്പൊ ഞാന് ഇവിടുന്ന് പോവുക, അപ്പൊ ഇന്ന വൈക്കുന്നാരോ കൊല്ലാൻ വരുന്നുണ്ട് എന്നൊരു വാർത്ത. അപ്പം ഞാൻ ചോദിച്ചാടാ, നിങ്ങൾ ആരെങ്കിലും ഒന്ന് ആലുവ വരെ എൻ്റെ ഒപ്പം പോരുമോ? അത് മൗലവി ഇന്നലെ ആണെങ്കിൽ പോരേനി, ഇന്നിപ്പോൾ കുറേ തിരക്കുണ്ട്. എന്താ നിങ്ങൾ പേടിയടേ? ആ മരണത്തിൻ്റെ മുമ്പിൽ അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചു, റസൂലെ ഒറ്റക്ക് പോണ്ട, ഞാനും പോരട്ടെ. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2 കൊല്ലം 3 മാസം ഇസ്ലാമിക സാമ്രാജ്യം ഭരിച്ചു.
2 റബീഉൽ അവ്വൽ മാസം എന്തായാലും പോയില്ലേ? ആ 2 റബീഉൽ അവ്വൽ മാസത്തിൽ എവിടെയെങ്കിലും പ്രവാചകന്റെ ജന്മദിനത്തിന്റെ ഒരു പദമെങ്കിലും ആ 2 കൊല്ലത്തിൽ കേട്ടോ എവിടെയെങ്കിലും? ഒക്കെ പോട്ടെ, ആരായിരുന്നു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ഒരു പേരുണ്ട് ചരിത്രത്തിൽ, ദുന്നൂറൈൻ. എന്താ അർത്ഥം എന്നറിയോ? 2 പ്രകാശത്തിന്റെ ഉടമ, ലോകത്തിലെ അത്യപൂർവ മനുഷ്യൻ. എന്താണ് ആ പ്രകാശം എന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പൊന്നാര മോളെ കല്യാണം കഴിച്ചു കൊടുത്തു. ആ മകള് രോഗം വന്ന് മരിച്ചപ്പോ അടുത്ത ഒരു മകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസ്മാൻ ഇബ്നു അഫ്ഫാന് കല്യാണം കഴിച്ചു കൊടുത്തു. അള്ളാഹുവിന്റെ റസൂലിന്റെ 2 മക്കളുടെ ഭർത്താവാകാൻ ഭാഗ്യമുണ്ടായ ലോകത്തിലെ ഒരേ ഒരു മനുഷ്യൻ, ദുന്നൂറൈൻ, 2 പ്രകാശത്തിന്റെ ഉടമ. പ്രവാചകനെ വല്ലാത്ത സ്നേഹമായിരുന്നു, പ്രവാചകന് തിരിച്ചും വലിയ ഇഷ്ടമായിരുന്നു. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഏകദേശം 14 കൊല്ലമാണ് ഇസ്ലാമിക സാമ്രാജ്യം ഭരിച്ച്. 14 കൊല്ലം. ആ 14 കൊല്ലത്തിന്റെ ഇടയ്ക്ക് എപ്പോഴും പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ് പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കലെന്ന് അദ്ദേഹത്തിന് തോന്നിയതിന്റെ പേരിൽ ഒരു ദിവസം, ഒരു മണിക്കൂർ, ഒരു മിനിറ്റെങ്കിലും തൻ്റെ രാജ്യത്ത് പ്രവാചകന്റെ ജന്മദിനത്തിന്റെ പേരിൽ, പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ ഒരാഘോഷം ഉണ്ടായോ? ആരായിരുന്നു അലി ഇബ്നു അബീ ത്വാലിബ്? നിങ്ങൾക്കറിയോ? അബൂ താലിബിന്റെ മകനാ. എങ്ങനെ പ്രവാചകന്റെ വീട്ടിലെത്തിയെന്നറിയോ? അബൂ താലിബിന്റെ വീട്ടിൽ ഭയങ്കര പട്ടിണിയാ. പ്രവാചകൻ കുറച്ചു കാലം അബൂ താലിബിന്റെ വീട്ടിലാളുണ്ടായിനെ. ആ വീട്ടിലെ പട്ടിണി ശരിക്കറിയാം. പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ ബീവിയെ കല്യാണം കഴിച്ച് കച്ചവടക്കാരനായി അത്യാവശ്യം ജീവിക്കാനുള്ള വകയ്ക്കായപ്പോൾ പ്രവാചകന് അബൂ താലിബിന്റെ വീട്ടിലെ പട്ടിണി വല്ലാത്ത അസ്വസ്ഥനാക്കി. ഒരിക്കൽ തൻ്റെ പിതൃവ്യനായ ഹംസയോട് പറഞ്ഞു. എന്നറിയോ? ഇസ്ലാമിന് മുമ്പ് ഹംസയോട് പറഞ്ഞു, ഹംസ, നമ്മുടെ അബൂ താലിബിന്റെ വീട്ടിലെ കാര്യം മഹാ കഷ്ടാട്ടോ, ആ കുട്ടികളൊക്കെ പട്ടിണിയില്ല, എന്താ അപ്പം നമ്മൾ ചെയ്യാം? അവസാനം 2 ആളും ഒരു തീരുമാനമെടുത്ത്, അബൂ താലിബിന്റെ ഒരു കുട്ടിയെ ഹംസ ഏറ്റെടുത്തോളാം, ഒരു കുട്ടിയെ നബി ഏറ്റെടുക്കണം. അങ്ങനെ ജഅഫർ ബിൻ അബീ ത്വാലിബ് എന്ന കുട്ടിയെ ഹംസ ഏറ്റെടുത്തു. അലി ബിൻ അബീ ത്വാലിബ് എന്ന കുട്ടിയെ റസൂലുള്ളാഹി ഏറ്റെടുത്തു. അത് റസൂലായിട്ടില്ല കേട്ടോ. പ്രവാചകന്റെ വീടിന്റെ അടുക്കളയിലെ പച്ചവെള്ളം കുടിച്ച അബൂ താലിബ് അലി വളർന്നത്. സ്വന്തമായിട്ട് വീടില്ല, ഒരു പിടി മണ്ണ് പോലുമില്ല. റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട മോള് ഫാത്തിമ ബീവിക്ക് വിവാഹപ്രായമെത്തിയപ്പോഴേ രാജാക്കന്മാരും രാജകുമാരന്മാരും ഗോത്രത്തലവന്മാരും പ്രവാചകന്റെ മോളെ കല്യാണം കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. വേറെ പലരും വന്നിട്ടുണ്ട്, പ്രഗത്ഭര് വന്നിട്ടുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പ്രിയപ്പെട്ട മകളെ ഏൽപ്പിച്ചു കൊടുത്തത് ദരിദ്രരിൽ ദരിദ്രനായ അലി ഇബ്നു അബീ ത്വാലിബിന് അത്ര ഇഷ്ടമായിരുന്നു അലിയോട്. അലിക്ക് തിരിച്ചും പ്രവാചകൻ ഹിജ്റ പോയപ്പോൾ പ്രവാചകനെ കൊല്ലാൻ വേണ്ടി പ്രവാചകന്റെ വീട് ഇങ്ങനെ വളഞ്ഞു നിൽക്കുക. അപ്പൊ പ്രവാചകൻ ആ കട്ടിൽമെന്ന് മെല്ലെ എണീക്കണം. ആ കട്ടിൽമുള്ള ആളാരാണോ ആ ആക്കാണ് വെട്ടുകൊള്ളുക. അപ്പൊ റസൂൽ അലിയെ വിളിച്ചു, അലി ഇവിടുന്ന് കിടക്കുവോ, പകരം ഞാൻ എണീക്കട്ടെ? ഒരു മടിയില്ലാതെ അലി പറഞ്ഞു, റസൂലെ ഞാൻ കടന്നോളാം. അലിക്കറിയാ പ്രവാചകനെ കൊല്ലാൻ ഓങ്ങിവെച്ച വാളുകൾ ഈ വിരിപ്പിന്റെ ഉള്ളിലേക്ക് വരുന്ന അലിക്കറിയാം. അതുകൊണ്ട് അലി മടി കൂട്ടി റസൂൽ നിങ്ങൾ പോയിക്കോളി, ഞാൻ കിടന്നോളാം അറിഞ്ഞ്. ഏതെങ്കിലും അമ്മോസാക്കാരും മരുവനും അങ്ങനെ ഒരു ചിന്തപ്പുണ്ടോ? ചെറിയൊരു സൂചന ഉണ്ടെങ്കിൽ മരുവനാ വായിക്കാനോ കാണൂല അല്ലേ? അത്ര ആ സ്നേഹമുള്ള അലി 4 കൊല്ലം ഇസ്ലാമിക സാമ്രാജ്യം ഭരിച്ച്. 4 കൊല്ലം. ആ 4 കൊല്ലത്തിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു റബീഉൽ അവ്വൽ മാസത്തിൽ ഒരവരി അങ്ങാടി കൂടെ മുദ്രാവാക്യം വിളിച്ചു പോയോ? റസൂലുള്ളാഹിന്റെ പേരിൽ ഉണ്ടായോ? എന്നിട്ട് പറയാ റസൂലുള്ളാഹിനോട് സ്നേഹമില്ലാത്തോലാണ് പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കാത്തത്. പൊന്നാര കൂട്ടരെ, നാളെ പരലോകത്ത് റസൂലുള്ളാഹിന്റെ ജന്മദിനം ആഘോഷിച്ചോൽ ഇങ്ങോട്ട് നിൽക്കി, ആഘോഷിക്കാത്തോൽ ഇങ്ങോട്ട് നിൽക്കി എന്ന് പറയുമ്പം അബൂബക്കർ സിദ്ദീഖിന്റെയും ഉമറിന്റെയും ഉസ്മാന്റെയും അലിയുടെയും 10,000-കണക്കിന് സഹാബത്തിന്റെയും കൂടെ റളിയല്ലാഹു അൻഹും നമുക്ക് നിൽക്കണം. അവരാ സ്വർഗത്തുക്കുള്ളൂല്ലേ? കാരണം റളിയല്ലാഹു അൻഹു വറളു അൻഹു, അള്ളാഹ് അവരെയും തൃപ്തിപ്പെട്ടുകണ്, അവർ അള്ളാഹിനെയും തൃപ്തിപ്പെട്ടുകണ്. നബിദിനം ആഘോഷിച്ചിട്ടല്ല, റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ പിൻപറ്റിയിട്ടാ. അങ്ങനെയാണ് നമ്മളും സ്വർഗത്ത് പോണ്ടേ. ഞാൻ അവസാനിപ്പിക്കട്ടെ. എൻ്റെ ബസ് 9:45 പോകേണ്ടതുണ്ട്, അതുകൊണ്ട് അവസാനിപ്പിക്കുക. അപ്പോൾ ഇനിയും ഈ വിഷയത്തിൽ ഒരുപാട് പ്രഭാഷണങ്ങൾ നടക്കും നിങ്ങളെ പരിസരത്തൊക്കെ. എനിക്ക് ഒരാമുഖം പറയാനേ സമയം കിട്ടിയിട്ടുള്ളൂ. നിങ്ങൾ പ്രവാചകനെ പറ്റിയുള്ള പ്രഭാഷണങ്ങൾ കേൾക്കണം. പ്രവാചകനെ പറ്റി ആധികാരികമായ ബഹുമാനപ്പെട്ട നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ ഒക്കെ എം ബക്കർ സാഹിബിൻ്റെ ഒക്കെ ദഅ്വ ബുക്സിൻ്റെ ഒക്കെ നല്ല ഗഹനമായ പുസ്തകങ്ങൾ പ്രവാചകന്റെ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്.
വ്യാജമായ ചരിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇഷ്ടം പോലെ ഉണ്ട്. അതിലൊന്നും പെട്ടുപോകരുത്. യഥാർത്ഥമായ ഓതന്റിക്കായ അംഗീകൃതമായ പുസ്തകങ്ങൾ വായിക്കുക, പ്രഭാഷണങ്ങൾ കേൾക്കുക, പണ്ഡിതന്മാരോട് ചോദിക്കുക, പ്രവാചകനെ പഠിക്കുക, പ്രവാചകൻ്റെ ചര്യയെ പഠിക്കുക, അതിനെ പിൻപറ്റുക. പ്രവാചകൻ വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടം വന്നാലും പ്രവാചകൻ വേണ്ട എന്ന് പറഞ്ഞേ നമുക്ക് വേണ്ട, പ്രവാചകൻ വേണമെന്ന് പറഞ്ഞേ നമുക്ക് വേണം. എല്ലായിടത്തും ശ്വാസോച്ഛ്വാസം മുതൽ, ഭക്ഷണം മുതൽ, വരുമാനം മുതൽ, ഇടപാട് മുതൽ, ബന്ധങ്ങൾ മുതൽ, വസ്ത്രധാരണം മുതൽ, മരണം വരെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആ പ്രവാചകൻ്റെ വഴിയെ സഞ്ചരിക്കാൻ നമ്മൾ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുക. ആ പ്രവാചകനെ മറ്റാരെക്കാളേറെ സ്നേഹിക്കുക. ആ പ്രവാചകന് വേണ്ടി നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കുക. പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ. അല്ലാഹ് ഖുർആനിൽ ആയത്തിറക്കി, യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. സത്യവിശ്വാസികളെ, നിങ്ങൾ പ്രവാചകന് വേണ്ടി സ്വലാത്ത് ചൊല്ലണം കേട്ടോ. സഹാബത്ത് ചോദിച്ചു, എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത്? റസൂൽ പഠിപ്പിച്ചു കൊടുത്തു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ. നമ്മൾ ചൊല്ലാറുള്ള ഇബ്രാഹിമി സ്വലാത്ത്, ഈ നാരിയ സ്വലാത്ത്, ഈ കേൾക്കുന്ന പലജാതി സ്വലാത്ത്, ഇത് പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബത്ത് കണ്ടിട്ടില്ല, താബിയുകൾക്ക് അറിയില്ല. സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞ ഒരാളും അതൊന്നും ചെയ്തിട്ടില്ല. നമ്മളെ പഠിപ്പിച്ചേ നമ്മൾ ചെയ്യുക. റസൂലുള്ളാഹിന്റെ പേരിൽ ധാരാളമായി സ്വലാത്തിയല്ല, റസൂലുള്ളാഹിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിൽ ഒരു ഉന്നതമായ സ്ഥാനമുണ്ട്. ആ സ്ഥാനം ഒരാൾക്ക് മാത്രമേ കിട്ടൂ. ആ സ്ഥാനം എനിക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. നമ്മൾ പ്രാർത്ഥിക്കണം. എല്ലാ ബാങ്കിൻ്റെയും ശേഷം അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദിൻ. അല്ലാഹുവേ, ഞങ്ങളുടെ മുഹമ്മദ് നബിക്ക് നീ കൊടുക്കണം അൽ വസീലത വൽ ഫളീലത വദ്ദറജത റഫീഅത. അതൊക്കെ സ്വർഗ്ഗത്തിലെ ഉന്നതമായ സ്ഥാനങ്ങളാണ്. ഇതൊക്കെ ഞങ്ങളുടെ ഹബീബിന് കൊടുക്കണേന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രവാചകനോട് പ്രാർത്ഥിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഹൂദന്മാരെയും നസ്രാനികളെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. അവർ അവരുടെ പ്രവാചകന്മാരുടെ ഖബറിടങ്ങൾ പ്രാർത്ഥനാ കേന്ദ്രങ്ങളാക്കി, ആരാധനാ കേന്ദ്രങ്ങളാക്കി, പ്രാർത്ഥനയുടെ സ്ഥലങ്ങളാക്കി. അല്ലാഹുവേ, പ്രവാചകൻ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, എൻ്റെ ഖബറിനെ നീ ഒരിക്കലും ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കരുത് റബ്ബേ. പച്ചപ്പൊതപ്പ് വിരിച്ച്, വിളക്ക് കത്തിച്ച്, ചന്ദനത്തിരി കത്തിച്ച്, സുജൂദ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന നമ്മുടെ നാട്ടിലെ മക്ബറകളിലെ ജാറങ്ങൾ പോലെ അല്ലാഹുവേ, എൻ്റെ ഖബറിനെ ഒരിക്കലും ജനങ്ങൾ ആരാധിക്കുന്ന ഒരിടമാക്കരുതേ. അല്ലാഹുവേ, അവിടെ ഒരു ഉത്സവമാക്കരുത് എന്നൊക്കെ റസൂൽ പ്രാർത്ഥി. ഇപ്പം അടുത്ത കാലത്ത് സലഫി അല്ലാത്ത, മുജാഹിദ് അല്ലാത്ത ഒരാൾ പറഞ്ഞു, എന്തുകൊണ്ടാണ് മദീനയുടെ അധികാരം സലഫികളുടെ കയ്യിലായത്? അതിൻ്റെ പൊരുള പറഞ്ഞേ, സലഫികളുടെ കയ്യിലാണ് മദീന. എന്താ കാരണം എന്നറിയോ? അതെങ്ങാനും ഈ മറുവിഭാഗത്തിൻ്റെ കയ്യിലാണെങ്കിൽ ഈ ഒരു കാര്യമല്ല, സാധുവായി ജീവിച്ച് മാനസിക രോഗം പിടിപെട്ട് എടങ്ങേറായിട്ട് മരിച്ച ആളാണ് CM മടവൂര്. അദ്ദേഹത്തെയാണ് പടച്ചോനാക്കിയത്. ഓരോ കയ്യിലൊക്കെ റസൂലുള്ളാഹിന്റെ ഖബറ് കിട്ടിയിരുന്നെങ്കിൽ ഓല് ബിറ്റുകാണ്ട് എത്ര വട്ടം കാശാക്കിയേക്കും. റസൂലിൻ്റെതല്ലാത്ത മുടി, റസൂലിൻ്റേതല്ലാത്ത മുടി, അത് റസൂലിൻ്റേതല്ലാന്ന് ഓൽക്കും എല്ലാവർക്കും അറിയാം. ആ മുടി വെച്ചിട്ടാ കോടികൾ കൊണ്ട് കോംപ്ലക്സ് പണിതത്. അവർക്കെങ്ങാനും റസൂലുള്ളാഹിന്റെ ഖബറ് കിട്ടിക്കണമെങ്കിൽ എന്തേക്കാര ലോകത്തിൻ്റെ അവസ്ഥല്ലേ? ആ റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന, പടച്ചോനെ എൻ്റെ ഖബറ് ആരാധനാ കേന്ദ്രമാക്കരുതേ, ഉത്സവപ്പറമ്പാക്കരുതേ. അതാവാതിരിക്കണമെങ്കിലേ റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ സത്യപൂർവ്വം അനുധാപനം ചെയ്യുന്ന സലഫികളുടെ കയ്യിലാവണം അത്. അല്ലെങ്കിൽ മറുഭാഗത്തെ സംഭവിക്കുക. അല്ലാഹു തആല നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ റസൂലിനെ ജീവനക്കാളേറെ സ്നേഹിക്കുവാനുള്ള ഈമാനും ഇഖ്ലാസും അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ പ്രവാചകൻ്റെ ചര്യയെ പിൻപറ്റി, അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ചര്യയെ പിൻപറ്റി അള്ളാഹുവിൻ്റെ സ്നേഹത്തിലേക്ക് പ്രവേശിക്കാൻ അള്ളാഹു നമുക്ക് അവസരം നൽകുമാറാവട്ടെ. ആ പ്രവാചകൻ്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. ആ പ്രവാചകനെ കണ്ണു നിറയെ കണ്ടുകൊണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് അവസരം നൽകുമാറാവട്ടെ. എല്ലാ ബിദ്അത്തുകളിൽ നിന്നും, മതത്തിൽ പ്രവാചകൻ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.